Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Yes, ready ആയോ എല്ലാവരും? Yes, ma'am. Yes, okay. കുറേ ദിവസമായില്ലേ കണ്ടിട്ട്? 2 weeks കഴിഞ്ഞു അല്ലെ? ഒരു വീക്കില് നമുക്ക് ക്രിസ്മസ് ആയിരുന്നു, മറ്റൊരു വീക്കില് എൻ്റെ ഒരു ക്ലാസ് അശ്വിനിലേക്ക് ഞാൻ കൊടുത്തു. അങ്ങനെ 2 ക്ലാസ്സസ് നമുക്ക് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ 3ാമത്തെ ക്ലാസ്സിലേക്ക് കയറിയേക്കണേ. അപ്പോ സുഖാണോ എല്ലാവർക്കും? ക്രിസ്മസ്, ന്യൂ ഇയർ ഒക്കെ എല്ലാം നന്നായിട്ടൊക്കെ ആഘോഷിച്ചല്ലോ അല്ലേ? ആ, ഈ ഒരു ഇയർ തന്നെ നമുക്കൊരു നല്ല ഒരു എന്താ പറയാ, നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ടേണിങ് അല്ലെങ്കിൽ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു ഇയർ ആകട്ടെ. കാരണം അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സ് പഠിക്കുകയാണ്. അപ്പൊ അതിലൂടെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആകുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇങ്ങനെ ഒരു കോഴ്സ് എടുത്ത് പഠിക്കുന്നത്. അപ്പൊ നമ്മളുടെ ആ ഒരു എയിം അല്ലെങ്കിൽ ഒരു ഗോൾ നിങ്ങൾക്ക് അക്കംപ്ലിഷ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. നിങ്ങളുടെ ഡ്രീംസ് കം ട്രൂ ആകുന്ന ഒരു ഇയർ കൂടി ആകട്ടെ എന്നൊക്കെ ഒരു പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. Thank you so much. All the best for this year. നിങ്ങളുടെ കരിയർ കുറെ നന്നായി ഡെവലപ്പ് ആകാനും ഒക്കെ നമുക്കും ആഗ്രഹമുണ്ട്. ഏതെങ്കിലുമൊക്കെ സമയത്ത് എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടുകയോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടേതായ കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യുമ്പോഴൊക്കെ നമുക്കത് പറയാലോ അല്ലെ? നമ്മൾ പഠിപ്പിച്ച കുട്ടികളാണ്. അത് ഇതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം കൂടി ആയതുകൊണ്ട് ഡിഫറെന്റ് ഡിസ്ട്രിക്റ്റിലുള്ള കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചു എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ ഇവിടെ അടുത്തൊക്കെയാണെങ്കിൽ നമ്മൾ പറയുമ്പോൾ അവിടെയുള്ള കുട്ടികൾ ആ ഒരു പ്രത്യേക ഡിസ്ട്രിക്റ്റിൽ ഒതുങ്ങി നിൽക്കുമായിരുന്നു. പക്ഷെ ഇതിപ്പോ നിങ്ങൾ ഡിഫറെന്റ് ഡിസ്ട്രിക്റ്റിലായതുകൊണ്ട് നമുക്ക് പറയാം അല്ലെ? ഇന്ന ഡിസ്ട്രിക്റ്റിൽ ഞാൻ പഠിപ്പിച്ച കുട്ടിയുണ്ട് അല്ലെ? ഒത്തിരി ഡിസ്ട്രിക്റ്റിൽ ഉള്ളതുകൊണ്ട് അപ്പൊ അതൊക്കെ ഞങ്ങൾക്കും ഒരു അനുഗ്രഹമാണ്. നിങ്ങളുടെ അതുപോലെ തന്നെ നിങ്ങളും വളരണം, അതോടൊപ്പം തന്നെയെന്നും നമുക്ക് ആഗ്രഹമുണ്ട്. സോ ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഏകദേശം എന്തൊക്കെ പഠിച്ചു, എവിടെ വരെ പഠിച്ചു എന്ന് വല്ല ഓർമ്മയുണ്ടോ? Yes, ma'am. Central government health scheme. അതെ, സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം അവിടെ നിന്ന് ആണ് ഇനി നമ്മൾ തുടങ്ങണ്ടേ അല്ലെ? അതിന്റെ ആ ഒരു പാരഗ്രാഫ് ജസ്റ്റ് ഒന്ന് ചിലപ്പോ പറഞ്ഞു പോയിട്ടുണ്ടാകും അല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതുവരെയുള്ളതൊക്കെ പഠിച്ചോ, വായിച്ചു നോക്കിയായിരുന്നോ? ഹെൽത്ത് ഇൻഷുറൻസ് അല്ലെങ്കിൽ നമ്മുടെ മെഡിക്കൽ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പോ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്തു. ഇനി ഗവൺമെന്റ് അതുപോലെ തന്നെ ഗവൺമെന്റ് പല എന്താ പറയാ ബിലോ പോവർട്ടി ലെവൽ, പുവർ പീപ്പിൾ, ഫാക്ടറി വർക്കേഴ്സ് ഇവരെയൊക്കെ അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഇവരുടെയൊക്കെ വെൽഫെയറിന് വേണ്ടി, ക്ഷേമത്തിന് വേണ്ടി കൂടി പുതിയ ഒരുപാട് ഇൻഷുറൻസ് സ്കീമുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് ഇൻഷുറൻസ് സ്കീമുകളെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് SHI, സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ്, അങ്ങനെ ഒരു എന്താ പറയാ ഇൻഷുറൻസ് പദ്ധതി നമ്മൾ പറഞ്ഞു. അതിന്റെ കാര്യങ്ങളും അതിന്റെ ബെനിഫിറ്റും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ ESI, എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ്, ഫാക്ടറി വർക്കേഴ്സിനെ എന്താ പറയാ അവർക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതി. അതിൽ എന്തൊക്കെ തരത്തിലുള്ള ബെനിഫിറ്റ്, ആർക്കൊക്കെയാണ് അതിന്റെ ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്, ആൻഡ് വാട്ട് ഓൾ ബെനിഫിറ്റ്സ് ആർ പ്രൊവൈഡഡ്, എന്തൊക്കെ ബെനിഫിറ്റ് അവിടുത്തെ ബെനിഫിഷ്യറീസിന് കൊടുക്കുന്നുണ്ട്, സിക്നസ് ബെനിഫിറ്റ്, മെറ്റേണിറ്റി ബെനിഫിറ്റ്, അങ്ങനെ ആ ബെനിഫിറ്റുകൾ ഏതൊക്കെയാണെന്നും അതിന് എന്തൊക്കെ കണ്ടീഷൻസ് ഉണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടു. പിന്നെ അങ്ങനെയാണെങ്കിൽ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് പദ്ധതി പ്രകാരം എംപ്ലോയറും എംപ്ലോയിയും എംപ്ലോയിയുടെ വേജസിന്റെ ഇത്ര പെർസെന്റേജ് വീതം കോൺട്രിബ്യൂട്ട് ചെയ്ത് പ്രീമിയം ആയിട്ട് അടച്ചിട്ടാണ് ആ ഒരു സ്കീമിലേക്ക് നമ്മൾ എന്താ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്.
ഇനി നമ്മൾ പറഞ്ഞത് സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീമാണ്, CGHS. അതാണ് അതിന്റെ ഷോർട്ട് ഫോം. ആ ഷോർട്ട് ഫോം ഫുൾ ഫോം ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതും ഒരു ഓൾഡസ്റ്റ് ഇൻഷുറൻസ് സ്കീം തന്നെയാണ്. ഭയങ്കര കുറച്ച് പഴയതൊക്കെ തന്നെയാണ്. എന്താ പറയാ, ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഡ്യൂറിംഗ് ദ ഇയർ 1954. 1954 ഇൻട്രൊഡ്യൂസ് ചെയ്ത ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പദ്ധതിയാണ് CGHS, സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം എന്ന് പറയുന്നത്. പക്ഷേ ഇതിന് കുറച്ച് അടുത്ത കാലഘട്ടങ്ങളിലാണ് ഇത് ഇത്ര ഇഫക്റ്റീവായിട്ട് കറന്റ് ഇയേഴ്സിലാണ് മാറിയത്. ഇത്ര ഇഫക്റ്റീവായിട്ട് വന്നത് ഈ അടുത്ത വർഷങ്ങളിലാണ്. വൈ, വാട്ട് ഈസ് ദ റീസൺ ഫോർ ഇറ്റ്? നമുക്കറിയാം, ഈ ഇൻഷുറൻസ് പദ്ധതികൾ എല്ലാം തന്നെ ലൈഫ് ഇൻഷുറൻസും നിർത്തി കഴിഞ്ഞാൽ ഈ ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതികളൊക്കെ കുറച്ച് കൂടുതൽ ഡെവലപ്ഡ് ആകാനും ഇത്രയധികം ആളുകളിലേക്ക് പോപ്പുലർ ആകാനും ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ചില കാരണങ്ങളുണ്ട്. ഒന്ന്, ഇൻക്രീസ്ഡ് പോപ്പുലേഷൻ. മറ്റൊന്ന്, ഇൻക്രീസ്ഡ് വെറൈറ്റീസ് ഓഫ് ഡിസീസസ്. ആളുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് ഓരോ ആളുകളിലും കാണപ്പെടുന്ന രോഗങ്ങളുടെ ആ ഒരു വൈവിധ്യങ്ങളും, അല്ലെ, ഒരേ പോലത്തെ രോഗമല്ല, പല പല രോഗങ്ങൾ വർദ്ധിച്ചു വരുന്നത്. അങ്ങനെയുള്ള പല ഫാക്ടേഴ്സ്, അത്തരം കുറെ കാരണങ്ങൾ റീസൺസ് കൊണ്ട് എന്ത് ചെയ്തു, ഇത്തരം ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമുകളൊക്കെ കുറച്ചുകൂടി പോപ്പുലാരിറ്റി നേടിക്കഴിഞ്ഞു. അങ്ങനെ പോപ്പുലാരിറ്റി നേടിയ ഒരു ഇൻഷുറൻസ് സ്കീമാണ് സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം എന്ന് പറയുന്നത്. കാരണം ഇതൊക്കെ നേരത്തെ ഉള്ള ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ്. പക്ഷെ ഈ അന്നൊന്നും ഇത്രയും അധികം ഈ ഇൻഷുറൻസിനെ ആളുകൾക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നിരുന്നില്ല. ബിക്കോസ് എന്താ കാരണം, അവിടെ ഹെൽത്ത് ഇഷ്യൂസ്, ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ വളരെ കുറവായിരുന്നു. ഇത്രയധികം വെറൈറ്റീസ് ഓഫ് ഡിസീസസ് ഒന്നും ആളുകളെ പിടികൂടിയിരുന്നില്ല. കാരണം അന്നത്തെ ആളുകളുടെ ജീവിത രീതി, അല്ലെ, ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നതുമായിട്ട് നമ്മൾ ഇന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ലൈഫ് സ്റ്റൈലിൽ തന്നെ, അല്ലെ. നമ്മള് പലപ്പോഴും ഫുഡൊക്കെ ഉണ്ടാക്കാനുള്ള മടി, സമയമില്ലായ്മ, പല കാരണങ്ങൾ കൊണ്ട് ഫുഡ് ഉണ്ടാക്കില്ല. നമുക്ക് ഒരുമിച്ച് പോയി പുറത്തു പോയി കഴിക്കാം, അല്ലെ. മിക്ക സമയങ്ങളും ഫാസ്റ്റ് ഫുഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. നേരത്തിന് കൃത്യമായ സമയത്ത് നമ്മൾ ഫുഡ് കഴിക്കുന്നില്ല. പിന്നെ നമ്മൾക്ക് എക്സസൈസ് ഇല്ലായ്മ, നമ്മൾ എടുക്കുന്ന ഫുഡ് ഇൻടേക്കിന്റെ അനുസരിച്ചിട്ടുള്ള എന്താ പറയാ കലോറീസ് നമുക്ക് ഇങ്ങനെ ബേൺ ചെയ്ത് കളയാനുള്ള ആക്ടിവിറ്റീസ്, നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റീസ് അധികം ചെയ്യുന്നില്ല. ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് ഇതൊക്കെ എന്താകും, ഹെൽത്ത് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ഹെൽത്ത് പ്രോബ്ലംസ് ഇങ്ങനെ കൂടി വന്നപ്പോ ഇത്തരം ഇൻഷുറൻസിൽ എന്തെങ്കിലും ഒരു ഇൻഷുറൻസ് എടുക്കുന്നത് നല്ലതാണ്. ഇടയ്ക്ക് ആശുപത്രിയിൽ പോയി 2 ദിവസം 3 ദിവസമൊക്കെ കടന്നു കഴിയുമ്പോൾ അവിടുത്തെ ബില്ല് കാണുമ്പോൾ നമ്മളുടെ തല കറങ്ങും, അല്ലെ. അപ്പൊ അതൊക്കെ ഇല്ലാതിരിക്കാൻ അത്തരം ഫിനാൻഷ്യൽ ലോസസിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത്തരം ഇൻഷുറൻസ് സ്കീമുകളിൽ പങ്കെടുക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയധികം പോപ്പുലാരിറ്റി ഇത്തരം ഇൻഷുറൻസ് സ്കീമുകൾ വരാൻ തുടങ്ങിയത്. അപ്പൊ 1954 ഈ ഒരു സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. Indian government ആണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആൻഡ് ഇറ്റ് ഈസ് സ്പെഷ്യലി ഡിസൈൻഡ് ഫോർ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ്. സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ്, ജോലിക്കാർക്കും അതുപോലെ പെൻഷനേഴ്സിനും, അതായത് പെൻഷൻ ഉള്ളവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു സ്കീം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ആൻഡ് ഓൾസോ ലാർജ് വോളിയം ഓഫ് ബെനിഫിഷ്യറീസ് ഇതിന്റെ ബെനിഫിറ്റ് ഈടാക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒത്തിരി ആളുകൾ ഈ ഒരു ബെനിഫിറ്റിന് അർഹരായിട്ടുള്ളവരുണ്ട് എന്നാണ് പറയുന്നത്. കാരണം ഒത്തിരി ബെനിഫിറ്റ് ഈ ഒരു സ്കീമിലുണ്ട്. അതുകൊണ്ടാണ് ഒരു എന്താ പറയാ ഒത്തിരി ആളുകൾ, ഒരു ലാർജ് വോളിയം ഓഫ് ബെനിഫിഷ്യറീസ് ഈ ഒരു സ്കീമുമായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ട് എന്നാണ് പറയാ. ഇനി നമ്മുടെ എംപ്ലോയീസ്, അതായത് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസും ഫാമിലി മെമ്പേഴ്സ്, പെൻഷനേഴ്സ്, ഇവരെയൊക്കെ ഉദ്ദേശിച്ചിട്ടുള്ള ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒരുപാട് ആളുകൾ ഈ ഒരു ബെനിഫിറ്റിന് അർഹരായിട്ടുള്ളവരുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ എടുത്തു പറയുന്നുണ്ട് ഹു ആർ ദ ബെനിഫിഷ്യറീസ് ഓഫ് CGHS. ഈ പറയുന്ന സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിന്റെ ബെനിഫിഷ്യറീസ് ആരാണെന്ന് എടുത്തു പറയുന്നുണ്ട്. ആരൊക്കെയാണ്? ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണോട്ടോ, നിങ്ങൾ പഠിച്ചു വെക്കണം. ഓൾ സെൻട്രൽ ഗവൺമെന്റ് സെർവൻസ്, എല്ലാ കേന്ദ്ര ഗവൺമെന്റ് സേവനം ചെയ്യുന്നതും, സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന എല്ലാവരും അവര് ഈ പറയുന്ന CGHS-ല് അതിന്റെ ബെനിഫിഷ്യറീസ് ആണ്. പെൻഷനേഴ്സ് ആൻഡ് ദെയർ ഫാമിലി മെമ്പേഴ്സ്, പെൻഷൻ പറ്റുന്നവര് അവരുടെ ഫാമിലി മെമ്പേഴ്സും ഇതിനകത്തെ ബെനിഫിഷ്യറി ആണ്. ഓണറബിൾ മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ്, പാർലമെന്റിലെ മെമ്പേഴ്സ്, അതുകൊണ്ട് അവരും ഇതിനകത്തെ അംഗങ്ങളാണ്, അല്ലെങ്കിൽ ഈ ഒരു ഇതിന് കവറേജ് കിട്ടുന്ന ആളുകളാണ്. ഓണറബിൾ ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ, സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയുടെ ഓണറബിൾ ജഡ്ജ് ഇതിന് അർഹരാണ്. എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് ഓഫ് ഓട്ടോണമസ് ബോഡീസ് കവേർഡ് അണ്ടർ CGHS. CGHS-ല് വീണ്ടും കവർ ചെയ്യുന്ന മറ്റൊരു ഗ്രൂപ്പാണ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് ഓഫ് ഓട്ടോണമസ് ബോഡീസ്. വാട്ട് ഡു യു മീൻ ബൈ ഓട്ടോണമസ് ബോഡീസ്? ദ ബോഡീസ് വിച്ച് ക്യാൻ ബി കൺട്രോൾഡ് ആൻഡ് ഗവേൺഡ് ബൈ ഇറ്റ്സെൽഫ്. അതായത് ഈ ഗവൺമെന്റിനെ പോലെ, ഇപ്പൊ നമുക്കറിയാം പല സർക്കാർ സ്ഥാപനങ്ങൾ പുറപ്പെടുവിക്കുന്ന ചില നിയമങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും
ഇപ്പൊ നമ്മള് ഗവൺമെന്റ് സ്കൂളുകള്, ഗവൺമെന്റ് കോളേജുകളൊക്കെ നമുക്കറിയാം. അപ്പൊ അവർക്ക് അവരുടേതായ എക്സാംസ് കണ്ടക്ട് ചെയ്യാനുള്ള അധികാരമൊക്കെ ഉണ്ട്. അതുപോലെ അങ്ങനെ ഒരു അധികാരം സ്വന്തമായിട്ട് ഉള്ള ചില എല്ലാ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനും അങ്ങനെ പറ്റില്ല. എന്നാൽ സ്വന്തമായിട്ട് ഗവേൺ ചെയ്യാനും കൺട്രോൾ ചെയ്യാനും മാനേജ് ചെയ്യാനൊക്കെ അധികാരപ്പെടുത്തിയിരിക്കുന്ന അങ്ങനെയുള്ള ബോഡീസിനെയാണ് അല്ലെങ്കിൽ കമ്പനീസിനെയാണ് നമ്മൾ ഓട്ടോണമസ് കമ്പനീസ് അല്ലെങ്കിൽ ഓട്ടോണമസ് ബോഡീസ് എന്ന് വിളിക്കുക. ചില കോളേജുകളൊക്കെ ഉണ്ട്, ഓട്ടോണമസ് കോളേജ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരിക്കും. അതെന്താ, അവർക്ക് തന്നെ അവരുടേതായ രീതിയിൽ അവർക്ക് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്ത് കൺട്രോൾ ചെയ്ത് പോകാം. അത് ഇതുപോലെ സിമിലർ ആണ്, കുറച്ച് ഗവൺമെന്റ് ആക്ടിവിറ്റീസുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അത് അതിനകത്തൊരു സിമിലാരിറ്റി ഉണ്ട്. അതേ രീതിയിൽ പ്രവർത്തിക്കുന്ന കമ്പനീസിനെയാണ് നമ്മൾ വിളിക്കുക. അപ്പൊ അതിനകത്തുള്ള എംപ്ലോയീസും പെൻഷനേഴ്സിനും ഈ പറയുന്ന CGHS പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. ഫോർമർ ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ആൻഡ് ഓൾസോ ഹൈക്കോർട്ട്, ഇന്ത്യൻ ഹൈക്കോർട്ടിന്റെയും സുപ്രീം കോർട്ടിന്റെയും ഒക്കെ പ്രീവിയസ് ആയിട്ടുണ്ടായിരുന്ന നേരത്തെ ഉണ്ടായിരുന്ന ജഡ്ജസ്, അവർക്കും ഈ പറയുന്ന CGHS-ന്റെ ബെനിഫിഷ്യറി ആകാം. ഫ്രീഡം ഫൈറ്റേഴ്സ്, ഇതിന് വേണ്ടിയിട്ടൊക്കെ ഫ്രീഡത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നവര്, എംപ്ലോയീസ് ഓഫ് റെയിൽവേ ബോർഡ്, അതായത് റെയിൽവേയുടെ പ്രസ് അസോസിയേഷൻ ഒക്കെ ഉണ്ടായിരിക്കും, അവിടുത്തെ ജേർണലിസ്റ്റുകൾ എന്തെങ്കിലുമൊക്കെ എഴുത്തുകൾ മറ്റു കാര്യങ്ങൾ പത്രസംബന്ധമായിട്ടുള്ള കാര്യങ്ങളോ അങ്ങനെയൊക്കെ എഴുതുന്ന അതിനകത്ത് മെമ്പേഴ്സ് ഉണ്ട്. അപ്പൊ അവർക്കും അവിടെ റെയിൽവേ ബോർഡിലെ എംപ്ലോയീസ് ആയിരിക്കണമെന്നുണ്ട് കേട്ടത്. അവർക്ക് ഈ ഒരു ഇതിന്റെ ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ആൻഡ് ഓൾസോ ഡിഫൻസ് എംപ്ലോയീസ്, അതായത് സിവിലിയൻ ഡിഫൻസ് എംപ്ലോയീസ്, ഡിഫൻസിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസിന്. അപ്പൊ ഇത്രയും ആളുകൾ, ഈ പറയുന്ന ഗ്രൂപ്പ് ഓഫ് ആളുകൾക്കാണ് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീമിന്റെ ആ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നവര്, അല്ലെങ്കിൽ അതിന്റെ ബെനിഫിഷ്യറീസ്. ആ ബെനിഫിഷ്യറീസിന്റെ പേരുകളൊക്കെ നമുക്ക് പഠിക്കാനുള്ളത് മുഴുവൻ ഇങ്ങനെ ലെങ്ത് ആയിട്ടൊന്നും വായിച്ചു പഠിക്കേണ്ട ആവശ്യമില്ല, ഷോർട്ടാക്കി. ഓൾ സെൻട്രൽ ഗവൺമെന്റ് സെർവൻസ്, പെൻഷനേഴ്സ് ആൻഡ് ദെയർ ഫാമിലി മെമ്പേഴ്സ്, honorable member of parliament, പിന്നെ judges of supreme court, judges of high court, പിന്നെ former judges ഉണ്ട് അതിന്റെ supreme court and high court, employees and pensioners of autonomous bodies. അത്രയൊക്കെ ചുരുക്കി ചെറുതാക്കി പഠിച്ചാൽ മതി, അറ്റവരെ പഠിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഫ്രീഡം ഫൈറ്റേഴ്സ്, സിവിലിയൻ എംപ്ലോയീസ് ഓഫ് ഡിഫൻസ്, എംപ്ലോയീസ് ആൻഡ് എംപ്ലോയീസ് ഓഫ് റെയിൽവേ ബോർഡ്, അതായത് റെയിൽവേ ബോർഡിലെ ജേർണലിസ്റ്റിലെ അതിനകത്ത് പെട്ടിരിക്കുന്ന അസോസിയേഷനിലെ എംപ്ലോയീസ്. ഇത്രയും ആളുകൾക്ക് CGHS-ന്റെ ബെനിഫിറ്റ് കിട്ടുന്നവരാണ്. അവരെയാണ് നമ്മൾ ആ ബെനിഫിറ്റ് അവർക്ക് കിട്ടുന്നത് കൊണ്ടാണ് അവരെന്ത് വിളിക്കുക, ബെനിഫിഷ്യറീസ്. അതിന്റെ നേട്ടം എന്താ പറയാ കൈവരിക്കുന്ന ആൾക്കാർ, CGHS-ന്റെ ഇൻഷുറൻസ് കവറേജ് കിട്ടുന്ന ആളുകളുടെ വിഭാഗമാണ് നമ്മളിപ്പോ ഈ പറഞ്ഞത് മുഴുവനും. അണ്ടർലൈൻ ചെയ്ത് വെക്കുക അല്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാൻ ഇമ്പോർട്ടന്റ് ആണെന്ന്. ഓക്കെ, നോട്ട് ചെയ്തോ? ആരുമില്ലേ ഇവിടെ നോട്ട് ചെയ്തു എന്ന് പറയാനാണ്? ഓക്കെ, അവിടെ കയ്യും ഒന്നും കണ്ടില്ല, അതുകൊണ്ടാണ് വീണ്ടും ചോദിച്ചത്. യെസ്, ഇനി what are the benefits? ഇവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ്, ഈ പറയുന്ന CGHS സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിന് എന്തൊക്കെ ബെനിഫിറ്റിന് അർഹത ഉണ്ടെന്ന് കൂടി അവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത് കവർ ടു PPF അല്ലെങ്കിൽ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്, ട്രീറ്റ്മെന്റ്, പിന്നെ ഇഷ്യൂൻസ് ഓഫ് മെഡിക്കൽ സപ്ലൈസ് അല്ലെങ്കിൽ മെഡിസിൻസ്. അതായത് ഇത്തരം എന്താ പറയാ എംപ്ലോയീസിന് അല്ലെങ്കിൽ പെൻഷനേഴ്സിന്, ഫ്രീഡം ഫൈറ്റേഴ്സ്, നമ്മൾ നേരത്തെ ലിസ്റ്റ് ചെയ്ത കുറച്ച് ആൾക്കാരുടെ പേര് പറഞ്ഞല്ലോ, ഈ ബെനിഫിറ്റ് കിട്ടുന്ന ആൾക്കാർ, ആ ബെനിഫിഷ്യറീസിന് എന്തൊക്കെ കിട്ടും എന്നാണ് ഈ ഒരു സ്കീമിന്റെ ഭാഗമായി കഴിഞ്ഞാൽ. PPF-ലേക്കുള്ള കോൺട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ PPF എന്താ, പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്. PF എന്ന് പറഞ്ഞാൽ അറിയാലോ, പ്രൊവിഡന്റ് ഫണ്ട് ചില ഓർഗനൈസേഷൻസ്, ഇന്നത്തെ മിക്ക ഓർഗനൈസേഷനും അത് പ്രൈവറ്റ് ആയിക്കോട്ടെ അവരും പ്രൊവൈഡ് ചെയ്യുന്നതാണ് PF. PF എന്ന് പറയുമ്പോൾ നമ്മള് എംപ്ലോയി അയാളുടെ കോൺട്രിബ്യൂഷൻ, അയാളുടെ സാലറിയുടെ ഒരു നിശ്ചിത തുക അല്ലെ, മേ ബി അത് ഡിപെൻഡ്സ് അപ്പോൺ ദ സാലറിനെ ഡിപ്പെൻഡ് ചെയ്ത് ഇത്ര രൂപ നമ്മളുടെ PF-ലേക്ക് പിടിക്കും. കാരണം എന്താണെന്നറിയോ, ഈ PF പിടിക്കുന്നത് ആയിക്കോട്ടെ, ഇതുപോലെ പെൻഷൻ തരുന്നത് ആയിക്കോട്ടെ, എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മളുടെ റിട്ടയർമെന്റ് പീരീഡിൽ നമുക്കൊന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ്. മീൻസ് അതായത് നമുക്ക് ജോലി ഉള്ളപ്പോൾ നമുക്ക് ഭയങ്കര വിലയൊക്കെ ഉണ്ട്, അതേസമയം ജോലി ഇല്ലാതിരിക്കുന്ന സമയത്ത് നമുക്കൊരു വില ഉണ്ടാവില്ല, സ്വന്തം വീട്ടിൽ പോലും നമുക്കൊരു വില ഉണ്ടാവില്ല അല്ലെ. അപ്പൊ നമുക്ക് കുറച്ച് വാല്യൂ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെയുള്ള PF നമ്മൾ തന്നെ അധ്വാനിച്ച പൈസയിൽ നിന്ന് ഒരു നീക്കിയിരിക്കും. അതിന്റെ ഒപ്പം തന്നെ ഓർഗനൈസേഷന്റെ ഭാഗത്ത് നിന്ന് അതിൽ നിന്നും ഒരു ചെറിയ കോൺട്രിബ്യൂഷൻ കൂടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് PF അവിടെ എന്ത് ചെയ്യുന്നത്, ഒരു ഡെപ്പോസിറ്റ് ആയിട്ട് നമുക്ക് വേണ്ടിയിട്ട്
ക്രിയേറ്റ് ചെയ്യുന്നത്. അത് നമ്മളുടെ റിട്ടയർമെന്റിന്റെ സമയത്തോ നമ്മൾക്ക് സാലറി പോകുന്ന സമയത്തോ ഇറ്റ് വിൽ ബി ട്രാൻസ്ഫർ ടു അവർ ബാങ്ക് അക്കൗണ്ട്. അത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ആ PF വേണ്ടിയിട്ടുള്ള കോൺട്രിബ്യൂഷൻ നമുക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള കവറേജ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന് ട്രീറ്റ്മെന്റ് മെഡിസിൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെയുള്ള കവറേജ് ഈ പറയുന്ന CGHS പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കൺസൾട്ടേഷൻ വിത്ത് സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് ഇൻ ഗവൺമെന്റ് ഹോസ്പിറ്റൽസ്. ഗവൺമെന്റ് ഹോസ്പിറ്റൽസിൽ നമുക്ക് ഏതെങ്കിലും സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ കാണുമെന്ന് വിചാരിക്കാം, കൺസൾട്ട് ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പൊ ആൾക്ക് വേണ്ടിയിട്ട് വരുന്ന അതിന് വേണ്ടിയിട്ടുള്ള കവറേജ് അതൊരു ഫ്രീ ആയിട്ടൊക്കെ നമുക്ക് ട്രീറ്റ്മെന്റ് കിട്ടാൻ വേണ്ടി സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെയൊക്കെ കാണുമ്പോൾ യാതൊരു രീതിയിലും എന്തായിരുന്നില്ല അവർക്ക് ക്യാഷ് ആയിട്ടുള്ള പേയ്മെന്റുകൾ കൊടുക്കാതെ ഉള്ള കൺസൾട്ടേഷൻ ഒക്കെ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻഡോർ ട്രീറ്റ്മെന്റ് ആയിട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ആൻഡ് ഓൾസോ എംപാനൽഡ് ഹോസ്പിറ്റൽസ്. അതായത് ഗവൺമെന്റ് ഹോസ്പിറ്റൽസിൽ അകത്ത് എന്തൊക്കെ ചികിത്സകൾ ഇവർക്ക് വേണ്ടി കൊടുക്കേണ്ടി വരുന്നോ അല്ലെങ്കിൽ എടുക്കേണ്ടി വരുന്നോ, എന്തെങ്കിലും അസുഖം വന്നോ ആക്സിഡന്റ് വന്നോ ഒക്കെ ഇത്തരം ജോലിക്കാർ അല്ലെങ്കിൽ ഈ വിഭാഗത്തിൽ പറഞ്ഞ ആൾക്കാർ, മുകളിൽ പറഞ്ഞ ആൾക്കാർക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ഒക്കെ ആകുമ്പോൾ അതിന്റെ അകത്ത് കൊടുക്കേണ്ടതായിട്ടുള്ള എല്ലാ ട്രീറ്റ്മെന്റുകളും ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുക. മാത്രമല്ല ഇത് ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലും അതോടൊപ്പം തന്നെ എംപാനൽഡ് ഓർ എൻലിസ്റ്റഡ് ഹോസ്പിറ്റൽസ് എന്നാണ് അതിന്റെ അർത്ഥം. അത് ഇൻഷുറൻസ് ഒക്കെ എല്ലാ ഹോസ്പിറ്റലും പ്രൊവൈഡ് ചെയ്യില്ല. ഇവിടെ ആ ഒരു സ്കീം ഇൻഷുറൻസിനൊന്നും എന്താ പറയാ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഹോസ്പിറ്റൽ അല്ല. അത് നമുക്കറിയാം. ചില ഹോസ്പിറ്റലിൽ ഇന്ന ഹോസ്പിറ്റലിൽ ഞാൻ പോകണം ബിക്കോസ് എനിക്ക് ഇൻഷുറൻസ് ഉണ്ട്. ആ ഇൻഷുറൻസിന് അവൈലബിലിറ്റി ഉള്ള ഹോസ്പിറ്റൽസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന കുറച്ച് ഹോസ്പിറ്റൽ ഉണ്ട്. അതിനകത്ത് മാത്രമേ ഇൻഷുറൻസിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത്തരം ഹോസ്പിറ്റൽ തെരഞ്ഞെടുത്തായിരിക്കും ഇത്തരം ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർ പോകണേ. ആ ലിസ്റ്റ് ഓഫ് ഹോസ്പിറ്റൽസിനെയാണ് നമ്മളുടെ എന്ത് വിളിക്കുക, എൻലിസ്റ്റഡ് ഹോസ്പിറ്റൽസ് ഓർ എംപാനൽഡ് ഹോസ്പിറ്റൽസ്. അതെല്ലാ ഹോസ്പിറ്റൽസിലും ഇല്ലാന്ന് അല്ലേ? അങ്ങനെയല്ലേ? നിങ്ങൾ അങ്ങനെയൊക്കെ പോകാം. ഇതൊക്കെ നമുക്ക് കുറെ എക്സ്പീരിയൻസ് ഉള്ളവരാ. ഇൻഷുറൻസ് ഏതെങ്കിലും ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ആരെങ്കിലും ഏതെങ്കിലും ഇൻഷുറൻസിന്റെ ഭാഗമായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? നമ്മളിപ്പോ ഈ പഠിക്കുന്ന ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്, ഉണ്ട് അല്ലെ? അപ്പൊ എല്ലാ ഹോസ്പിറ്റൽസിലും ഇൻഷുറൻസിന്റെ ആ ഒരു ഇത് പ്രോസസിംഗ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ? എല്ലാ ഹോസ്പിറ്റലും അതെ തന്നെയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നമുക്ക് എക്സ്പീരിയൻസ് ഉള്ളവർ ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒരാൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എക്സാമ്പിൾ പറയാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്. ആ ഇൻഷുറൻസ് എവിടെയാണോ നമുക്ക് അപ്ലൈ ചെയ്യാൻ, ഏത് ഹോസ്പിറ്റലാണ് ഉള്ളതെന്ന് വെച്ചാൽ അവിടെ അത് ലിസ്റ്റിലുണ്ട്. കുറച്ച് ലിസ്റ്റ് അങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്ന ഹോസ്പിറ്റൽസ് ഉണ്ട്. അത്തരം ഹോസ്പിറ്റൽസിന് പറയുന്ന പേരാണെന്ന് എംപാനൽഡ് ഹോസ്പിറ്റൽസിന്. അപ്പൊ എംപാനൽഡ് ഹോസ്പിറ്റൽസിലും അതുപോലെ തന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലും ഇൻഡോർ ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവർക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ അവർക്ക് കിട്ടുന്ന ആ ഒരു ബെനിഫിറ്റ് അതാണ്. പിന്നെന്ത് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് അവർക്ക്? കവർ ഫോർ ഫാമിലി വെൽഫെയർ. ഇനി എന്താ പറയാ, ഫാമിലിയുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് ഇപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഈ പറയുന്ന പെൻഷനേഴ്സോ അല്ലെങ്കിൽ ഫ്രീഡം ഫൈറ്റേഴ്സോ അല്ലെങ്കിൽ ഗവൺമെന്റ് എംപ്ലോയീസ്, സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസോ ഇവരുടെയൊക്കെ ഫാമിലിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇത് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അവരുടെ വെൽഫെയറിന് അവരുടെ ക്ഷേമത്തിന്, ചിലപ്പോ അവിടുത്തെ ഫാമിലി മെമ്പേഴ്സിൽ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖങ്ങൾ വന്നു അല്ലെങ്കിൽ അവരുടെ ഫാമിലിയുടെ ബാക്ക്ഗ്രൗണ്ട് ആക്കി തീരെ മോശമായി പോയി, ദാറ്റ് മീൻസ് അവര് ഫിനാൻഷ്യലി അവർ ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോയി, അങ്ങനെയൊക്കെ വരുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുക. അവർക്ക് അവരുടെ വെൽഫെയറും ചിലപ്പോൾ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടായിരിക്കാം, കുട്ടികളുടെ പഠനമായിരിക്കാം, അങ്ങനെയുള്ള ഇതിനൊക്കെ ഹ്യൂജ് എമൗണ്ട് ഒന്നും കൊടുക്കാൻ ഇവരുടെ കയ്യിലില്ല. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾക്ക് ഫാമിലി വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള ചില സർവീസസും അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കവറേജും ഈ ഒരു സ്കീം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ കവർ ഫോർ മെറ്റേണിറ്റി. നമ്മള് ചിലതിലൊക്കെ പറഞ്ഞു പ്രഗ്നൻസി, അതുപോലെ തന്നെ ചില കാര്യങ്ങളൊക്കെ എന്താ പറയാ ഇൻഷുറൻസിന്റെ കവറേജിന്റെ പരിധിയിൽ വരുന്നതല്ല, എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്ന് അല്ലെ? പക്ഷെ എല്ലാത്തിനും അല്ലാന്ന് ഒന്നേരം ഞാൻ പറഞ്ഞിരുന്നു, എല്ലാ ഇൻഷുറൻസിനും അങ്ങനെ എക്സ്ക്ലൂഡ് ചെയ്തിട്ടില്ല. ഇവിടെ ഗവൺമെന്റ് ഒക്കെ ഓഫർ ചെയ്യുന്ന ഇൻഷുറൻസ് സ്കീമുകളിലൊക്കെ ഇതൊക്കെ പെടുത്തും. കാരണം എന്താ വെച്ചാൽ അവർക്ക് എന്താ പറയാ ഈ പറയുന്ന കാര്യങ്ങൾക്ക് അവരുടെ കയ്യിൽ ചിലപ്പോ പൈസ ഇല്ലായിരിക്കാം, അപ്പൊ അല്ലെങ്കിൽ ഫിനാൻഷ്യലി അവർ അത്രയും സ്റ്റേബിൾ അല്ലായിരിക്കാം. അതുകൊണ്ടൊക്കെ തന്നെയാണ്. അപ്പൊ ഇങ്ങനെ ഇതുപോലെ തന്നെ ഗവൺമെന്റ് എംപ്ലോയീസിനും അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫെസിലിറ്റീസ് ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മെറ്റേണിറ്റി മീൻസ് പ്രസവാനന്തര ചികിത്സയ്ക്കോ മറ്റൊക്കെ വേണ്ടിയിട്ട് വരുന്ന കവറേജുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ കവർ ഫോർ ആയുഷ്. ആയുഷ് എന്ന് പറഞ്ഞാൽ ഈ ആയുഷ് എന്ന് പറയുന്നത് ഒരു വേർഡ് ആണ് എങ്കിലും അതിനെ നമുക്ക് ഇങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്ത് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് 5 ടൈപ്സ് ഓഫ് ട്രീറ്റ്മെന്റ്. അവിടെ നമുക്ക് എന്താ പറയാ മറ്റ് ട്രീറ്റ്മെന്റുകൾ നമുക്ക് അവിടെ പല രീതിയിലായിട്ടാണ് കാണാൻ സാധിക്കുക. ഏതൊക്കെയാ? ആയുർവേദ വരുന്നുണ്ട്, യോഗ ആൻഡ് നാച്ചുറോപ്പതി വരുന്നുണ്ട്, യുനാനി വരുന്നുണ്ട്, സിദ്ധ ആൻഡ് ഓൾസോ ഹോമിയോപ്പതി. ഈ എല്ലാ ചികിത്സയും ഈ എല്ലാ ട്രീറ്റ്മെന്റും കൂടി ഒരുമിച്ച് ഒരു പേര് മറ്റു വേർഡായിട്ട് അവിടെ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഇതിനകത്തൊക്കെ എവിടെയെങ്കിലുമൊക്കെ ട്രീറ്റ്മെന്റ് വേണമെങ്കിൽ അതിനുള്ള കവറേജും
നമ്മുടെ ഈ ബെനിഫിഷ്യറീസിന് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. These are the benefits provided by CGHS. CGHS provide ചെയ്യുന്ന ബെനിഫിറ്റുകളാണ്. Cover for PPF, treatment and issuance of medicine. Cover for consultation with specialist doctors in government hospitals. Indoor treatment in government hospitals as well as empaneled hospitals. Cover for family welfare. Cover for maternity expenses and also cover for Ayush. Ayush എന്നുള്ളത് എല്ലാം ഇമ്പോർട്ടന്റ് തന്നെയാണ്. ആ പോയിന്റുകൾ 6 പോയിന്റും ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ ഒപ്പം തന്നെ 6ാമത്തെ പോയിന്റ് ഒന്നുകൂടി അണ്ടർലൈൻ ചെയ്ത് വെക്കും. കാരണം അതിനകത്ത് ആയുഷ് എന്ന് നമ്മൾ പറഞ്ഞതിനകത്ത് വൈ എന്തിനെ സൂചിപ്പിക്കുന്നോ എസ് എന്തിനെ സൂചിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അതുകൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഇനി ഡൗട്ട്, എന്തെങ്കിലും സംശയം ഉണ്ടോ ഇനി ഭാഗത്ത്? ഇല്ലല്ലോ. സോ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് മൂവ് ചെയ്യാം. ഓക്കെ, അപ്പൊ CGHS എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിനും പെൻഷനേഴ്സിനും അവരുടെ ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ്. ഇനി ഈ പറയുന്ന ഇൻഷുറൻസ് പദ്ധതിയിലെ മറ്റൊരു പ്രത്യേകത ഉള്ളത്, ഇൻഷുറൻസ് ഹോൾഡേഴ്സ്, ഇത്തരം ഹെൽത്ത് ഇൻഷുറൻസ് ഹോൾഡ് ചെയ്യുന്നവർക്ക് വിൽ ബി പ്രൊവൈഡഡ് എ കാർഡ്. ഇവർക്കൊരു കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്കീം പ്രകാരം ഒരു കാർഡ് ഇവർക്ക് കൊടുത്തിരിക്കുകയാണ്. ഈ ഒരു കാർഡ് ഇറ്റ് ഈസ് ഇഷ്യൂഡ് ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ ഗവൺമെന്റ് ആണ് അത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഈ കാർഡ് ഒന്നില്ലെങ്കിൽ ആ ബെനിഫിഷ്യറിക്ക് അല്ലെങ്കിൽ അതിന്റെ ഡിപ്പെൻഡൻസ് എന്ന് വെച്ചാൽ ചിലപ്പോ കാർഡ് ഹോൾഡർ ചിലപ്പോ ജോലിയിലിരിക്കാലോ എങ്ങനെയെങ്കിലൊക്കെ ചിലപ്പോ മരിച്ചു പോയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്ന ആളെ ഡിപ്പെൻഡന്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ ആളുടെ തൊട്ടടുത്തുള്ള നോമിനി എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ബെനിഫിഷ്യറിക്ക് ആയിരിക്കും കിട്ടുക. അപ്പൊ ഈ കാർഡ് അത് എന്തായാലും നിർബന്ധമായിട്ട് ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം പ്രകാരം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അവർക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഇതൊരു ID പ്ലാസ്റ്റിക് കാർഡാണ്. അതിലൊരു ഫോട്ടോ ഒക്കെ പതിച്ച് ഒരു യൂണിക് ഐഡന്റിറ്റി നമ്പർ ഒക്കെ അതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും ബെനിഫിഷ്യറിക്ക് ഒരു നമ്പർ. കാരണം നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഈ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള CGHSന്റെ ഇൻഷുറൻസ് സ്കീമുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്ത് ആവശ്യങ്ങൾക്കും വി ഹാവ് ടു പ്രൊഡ്യൂസ് ദാറ്റ് പർട്ടിക്കുലർ കാർഡ്. ആ കാർഡ് നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ കാർഡ് വെച്ചിട്ടാണ് നമുക്ക് നമ്മളുടെ ഫെസിലിറ്റീസ് ഒക്കെ നമുക്ക് ഇവര് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ CGHS കാർഡ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ്. അത് അതിന്റെ ബെനിഫിഷ്യറീസിനോ അതിന്റെ ഡിപ്പെൻഡൻസിനോ ബെനിഫിറ്റുകൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഈ ഒരു കാർഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വിത്ത് എ ഫോട്ടോ, ഒരു ഫോട്ടോ പതിച്ച ഒരു പ്ലാസ്റ്റിക് ID കാർഡാണ്. ആൻഡ് ഓൾസോ ഇറ്റ് കണ്ടെയ്ൻസ് എ യൂണിക് ഐഡന്റിഫിക്കേഷൻ നമ്പർ. ഒറ്റപ്പെട്ട ഒരു ഐഡന്റിഫിക്കേഷൻ നമ്പർ ആണ്. എല്ലാവർക്കും ഒരേപോലത്തെ നമ്പർ അല്ല കൊടുത്തിരിക്കുന്നത്. വ്യത്യസ്തങ്ങളായിട്ടുള്ള ഓരോ നമ്പർ ഒരാൾക്ക് ആ രീതിയിൽ കൊടുത്തിരിക്കുകയാണ്. ഇനി ഈ കാർഡിന്റെ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് ഒരു വൈറ്റ് കാർഡാണ്. പക്ഷെ അതുമ്മ വേരിയഡ് കളേർഡ് സ്ട്രൈപ്സ് ഉണ്ടായിരിക്കും. വെളുത്ത കാർഡുമ്പോ എന്താ പറയാ ഒരു കളർ ചെയ്ത സ്ട്രൈപ്സ്, അതായത് വരകൾ പോയിട്ടുണ്ട് അതിനകത്ത്. ആ വരകളുടെ നിറങ്ങളിൽ വ്യത്യാസമുണ്ട്. പക്ഷെ വെളുത്ത കാർഡില് പല കളേഴ്സില് സ്ട്രൈപ്സ് പോയിട്ടുണ്ട്. ആ കാർഡ് ഹോൾഡേഴ്സിന്റെ എന്താ പറയാ അവരുടെ പൊസിഷൻ അനുസരിച്ചിട്ടാണ് ആ കാർഡിന്റെ ആ സ്ട്രൈപ്സിന്റെ കളർ മാറിയിരിക്കുന്നത്. അതായത് ഏത് വിഭാഗത്തിൽപ്പെട്ട ബെനിഫിഷ്യറി ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് അങ്ങനെ കളർ മാറ്റി എന്ത് ചെയ്തിരിക്കുന്നത് സ്ട്രൈപ്സ് വരച്ചിരിക്കുന്നത് വൈറ്റ് കാർഡിന്. സോ ദ കളേഴ്സ് ആർ യെല്ലോ, ബ്ലൂ, റെഡ് ആൻഡ് ഗ്രീൻ. യെല്ലോയും ബ്ലൂവും റെഡും ഗ്രീനുമാണ് അതിൽ പോയിരിക്കുന്ന വരകളുടെ നിറങ്ങൾ. ഓക്കെ, ആൻഡ് യെല്ലോ സ്ട്രൈപ്സ് കണ്ടാൽ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഈസ് എ ജേർണലിസ്റ്റ് ഓഫ് ആൻ ഓട്ടോണമസ് കമ്പനി. ഒരു ഓട്ടോണമസ് കമ്പനിയുടെ ജേർണലിസ്റ്റ് അവർക്ക് വേണ്ടിയിട്ടാണ് യെല്ലോ സ്ട്രൈപ്സ് ഉള്ള കാർഡ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. യെല്ലോ സ്ട്രൈപ്സ് കാർഡ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? ജേർണലിസ്റ്റ് ഓഫ് ഓട്ടോണമസ് കമ്പനി. പിന്നെ ബ്ലൂ സെർവിങ് ഗവൺമെന്റ് എംപ്ലോയി, ഇപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് എംപ്ലോയിക്കുള്ളതാണ് ഏത് ബ്ലൂ കാർഡ്. റെഡ് എന്ന് പറയുന്നത് മെമ്പർ ഓഫ് പാർലമെന്റിനുള്ളതാണ് റെഡ് സ്ട്രൈപ്സ് ഉള്ള കാർഡ്. ഗ്രീൻ എന്ന് പറയുന്നത് പെൻഷനേഴ്സിന്, XMP മാത്രമല്ല റിട്ടയേർഡ് പേഴ്സണൽ, റിട്ടയർ ചെയ്തിട്ടുള്ളവർക്ക്, ഫ്രീഡം ഫൈറ്റേഴ്സ്, ഇവരെയെല്ലാം ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഗ്രീൻ സ്ട്രൈപ്സ് ഉള്ള കാർഡ്. അപ്പൊ ഈ സ്ട്രൈപ്സിന്റെ കളേഴ്സ് മാറുന്നതനുസരിച്ച് ആളുകൾക്ക് അതിന്റെ ബെനിഫിഷ്യറി ആളുകളും മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അപ്പൊ കാർഡ് എല്ലാം വൈറ്റ് ആണ്, പക്ഷെ ഈ സ്ട്രൈപ്സ് ആണ് ഈ ആളുകളെ വ്യത്യസ്തരാക്കുന്നത് അല്ലെങ്കിൽ വ്യത്യസ്ത വിഭാഗക്കാരായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഈ സ്ട്രൈപ്സ് ആയിരിക്കും. അപ്പൊ ഏതൊക്കെ കളേഴ്സ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്? യെല്ലോ സ്ട്രൈപ്സ് ഉണ്ട്, ബ്ലൂ സ്ട്രൈപ്സ് ഉണ്ട്, റെഡ് ഉണ്ട് ആൻഡ് ഗ്രീൻ ഉണ്ട്. ഓരോന്നിനും ഓരോ വിഭാഗത്തിൽ വരുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് അതൊക്കെ അണ്ടർലൈൻ ചെയ്യാം. അതുപോലെ തന്നെ ആ ഫസ്റ്റ് പാരഗ്രാഫിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. പിന്നെ ID പ്ലാസ്റ്റിക് കാർഡ് ആണെന്നുള്ളത് അണ്ടർലൈൻ ചെയ്യുക.
ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ID പ്ലാസ്റ്റിക് കാർഡ്, അത് രണ്ടും അണ്ടർലൈൻ ചെയ്യാം. പിന്നെ ഒരു യൂണിക് ബെനഫിഷ്യറി ഐഡന്റിറ്റി നമ്പർ, അതുകൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഒരു യൂണിക് ബെനഫിഷ്യറി ഐഡന്റിറ്റി നമ്പർ എന്ന് വെച്ചാൽ ഒരു യൂണിക് നമ്പർ കൊടുത്തിരിക്കുന്നു. ഒറ്റപ്പെട്ട ഒരു നമ്പർ ആയിരിക്കും ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുക. എല്ലാവർക്കും ഒരുപോലത്തെ നമ്പർ ആയിരിക്കില്ല. ഓക്കെ, ഇനി ഈ കാർഡിന്റെ CGHS കാർഡിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് അറ്റ് ടു ദ ടൈം ഓഫ് റിട്ടയർമെന്റിന്റെ ഡേറ്റ് വരെയാണ് ശരിക്കും പറഞ്ഞ ഈ CGHS കാർഡിന്റെ എന്തുള്ളത് ആ ഒരു വാലിഡിറ്റി, അതിന്റെ ആ ഒരു മൂല്യം ഉള്ളത് പോലെയാണ്. പക്ഷേ ഈ പറയുന്ന വാലിഡിറ്റി നമുക്ക് എന്ത് ചെയ്യാം, പോസ്റ്റ്പോൺ ചെയ്യാം. എന്ന് വെച്ചാൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് പോസ്റ്റ്പോൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാ? ബിഫോർ മീൻസ് എ ഇയർ ബിഫോർ കംപ്ലീറ്റിംഗ് ദ ജോബ്, അല്ലെങ്കിൽ റിട്ടയർമെന്റ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നുള്ള വർഷം തന്നെ അതിന്റെ കാര്യങ്ങൾ ശരിയാക്കണം, എക്സ്റ്റെൻഡ് ചെയ്ത് എടുക്കണം നമ്മള്. ഇതിപ്പോ 2026 റിട്ടയർ ചെയ്യാൻ പോകണമെങ്കിൽ 2025 നമ്മളത് എക്സ്റ്റെൻഡ് ചെയ്ത് എടുക്കണം. പോസ്റ്റ് റിട്ടയർമെന്റ് പീരീഡിലേക്ക് കൂടി മാറ്റിയെടുക്കണമെങ്കിൽ അതൊരു വർഷം മുന്നേ ചെയ്തിരിക്കണം എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ CGHS കാർഡിന് വാലിഡിറ്റി ഉള്ളത് റിട്ടയർമെന്റ് ഡേറ്റ് വരെയാണ്. പക്ഷെ അവിടെ ഒരു ഫെസിലിറ്റി ഉണ്ട്, എക്സ്റ്റൻഷൻ നമുക്ക് നടത്താൻ സാധിക്കും ആ കാർഡിന്റെ വാലിഡിറ്റി. പക്ഷെ അത് നടത്തേണ്ടത് ബിഫോർ ദ ഇയർ ഓഫ് റിട്ടയർമെന്റ് ചെയ്യുന്ന ഇയറിന് മുന്നേ തന്നെ ചെയ്തിരിക്കണം എന്നുള്ളതാണ് നിർബന്ധം. ക്ലിയർ ആയോ? ക്ലിയർ ആണോ? യെസ്. അപ്പൊ നമ്മള് എന്താണ് ഒരു CGHS കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിനകത്താണ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊടുക്കുന്നതാണ്. അത് ഒരു കാർഡാണ്, പ്ലാസ്റ്റിക് ID കാർഡാണ്, ഫോട്ടോ ഉണ്ട്, അതുപോലെ യൂണിക് ഐഡന്റിറ്റി നമ്പർ ഉണ്ട്. അപ്പൊ ഇത് കൊടുക്കുന്നത് ഇവരെ ഉദ്ദേശിച്ചിട്ട് വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പൊ എല്ലാ ഇൻഷുറൻസിനും ഉണ്ട് കേട്ടോ. CGHS പോലെ തന്നെ വേറെയും ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതികളൊക്കെ ഇന്ന് ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന എല്ലാത്തിനും ഒരു കാർഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഇൻഷുറൻസിന്റെ ക്ലെയിം ഒക്കെ ചോദിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ നമ്മുടെ കയ്യിൽ ആ ID കാർഡ് കാണാം, അല്ലെ? നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾക്ക് പോകുമ്പോൾ നമ്മളോട് ID പ്രൂഫ് ചോദിക്കും. അപ്പൊ നമ്മൾ ഒപ്പം കൊണ്ടെടുക്കുന്ന ഒരു സാധനം ഏത്? നമ്മുടെ ID കാർഡ്, അല്ലെ? ആധാർ കാർഡ് എന്ന് പറയും. ആ കാർഡ് ബാങ്കിൽ വലിയ ട്രാൻസാക്ഷൻസ് നടത്തണമെങ്കിൽ നമ്മുടെ കയ്യിൽ വേണ്ട മറ്റൊരു കാർഡാണ് പാൻ കാർഡ്. അത് കൊണ്ടേ പോകണം, അല്ലെ? അപ്പൊ അതൊക്കെ ചോദിക്കുന്നത് എന്തിനാ? ആ ഒരു ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. ഇത് കറക്റ്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഏത് മണിയാണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ പാൻ കാർഡിലൂടെയാണ്, അതിന്റെ ഇത് വെച്ചിട്ടാണ് നമ്മള് ആ ബാങ്ക് ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്താം, വലിയ എമൗണ്ടിന്റെ ഒക്കെ. അപ്പൊ അതവർ ചോദിക്കും അന്നേരം മസ്റ്റ് ആയിട്ട്. ഓക്കെ, അപ്പൊ ഓരോന്നിനും ഇന്ന് കാർഡുകളുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഇൻഷുറൻസിനും ഇന്ന് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിന് കാർഡുകളുണ്ട്. അപ്പൊ ഏത് തരത്തിലുള്ള ഇൻഷുറൻസ് ആണ്, ഏത് പ്ലാൻ ആണ്, ഏത് രീതിയിൽ പ്രൊവൈഡ് ചെയ്യേണ്ട എന്താ പറയാ ബെനിഫിറ്റ് ആണ്, എന്ത് കവറേജാണ് കിട്ടുന്നത് എന്നൊക്കെ ഈ കാർഡ് നോക്കിക്കഴിഞ്ഞ കാര്യങ്ങൾ വ്യക്തതയിലായിരിക്കും. അപ്പൊ അത്തരം ഡീറ്റെയിൽസ് ഒക്കെ ആ കാർഡിനകത്ത് അടങ്ങിയിട്ടുണ്ട്. മനസ്സിലായോ? കാർഡിനകത്ത് ഡീറ്റെയിൽസ് ഉണ്ടാവില്ല. കാർഡിന്റെ നമ്പർ വരുമ്പോ ആ ഡാറ്റ വെച്ചിട്ട് അവര് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ അവരുടെ കാര്യത്തിൽ ഇതിനകത്ത് എന്തിനെ കുറിച്ചും പല ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇപ്പൊ നമ്മളില്ലേ, ഇപ്പൊ നമുക്ക് ഉള്ളതാണ് ആധാർ കാർഡ്. ഈ ആധാർ കാർഡിന്റെ സാധനം എന്ന് വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ചെല്ലുമ്പോൾ അതിനകത്ത് ഇപ്പൊ നമ്മൾ കുറെ സാധനം ഈ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടല്ലോ. നമ്മുടെ മൊബൈൽ ഫോൺ ലിങ്ക് ചെയ്തിട്ടുണ്ട്, നമുക്ക് ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ അത് ലിങ്ക് ചെയ്തിട്ടുണ്ട്, അങ്ങനെ പലതും ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഈവൻ നമ്മളുടെ വീടുകളിൽ വാങ്ങിക്കുന്ന വാഹനങ്ങൾ വരെ, അതിന്റെ കാര്യങ്ങൾ വരെ, ലൈസൻസും ഒക്കെ നമ്മൾ ലിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരാളെ കുറിച്ച് ഒരു ഡാറ്റ ആ ഒരു പർട്ടിക്കുലർ കാര്യത്തിൽ നിന്ന് എല്ലാം നമുക്ക് കിട്ടും. മനസ്സിലായ? അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളോട് ഇതൊക്കെ ലിങ്ക് ചെയ്യുന്നൊക്കെ പറയുന്നത്. നമുക്ക് ഇച്ചിരി മടിയൊക്കെ ഉണ്ട്. പക്ഷെ ആ ഒരു വ്യക്തിയെ കുറിച്ചിട്ടുള്ള സകലമായ ഇൻഫോർമേഷൻസും ആ പറയുന്ന ഒറ്റ ഇതില് നമുക്ക് കിട്ടും. എങ്ങനെയാണെങ്കിലും ഇതെല്ലാം ലിങ്ക് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഇതൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്ര വർഷം കഴിയുമ്പോൾ വീണ്ടും നമ്മളോട് പുതുക്കണം, അപ്ഡേറ്റ് ചെയ്യണം എന്ന് പറയണേ. കാരണം എന്താ, നമ്മൾ എന്ന് ആ കാർഡ് എടുത്തോ അതേ പൊസിഷനിലും അതേ സ്റ്റേജിലും അതേ ലെവലിലും അല്ല പിന്നീട് ഒരു 10 വർഷം കഴിയുമ്പോൾ നമ്മളിൽ മാറ്റങ്ങളുണ്ട്, അല്ലെ? ഫിസിക്കലായിട്ടുള്ള മാറ്റമില്ല ഞാൻ ഉദ്ദേശിച്ചത്, നമ്മളുടെ പേഴ്സണൽ ലൈഫിൽ മാറ്റമുണ്ട്, വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്ക് മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. ചില ആളുകളൊക്കെ ഒരുപാട് ഹൈ പൊസിഷനിലേക്ക് വന്നിട്ടുണ്ടാകും, അല്ലെ? എഡ്യൂക്കേഷനും ക്വാളിഫിക്കേഷനും അതുപോലെ തന്നെ ജോലി സംബന്ധമായിട്ടുള്ള ഇതും ഒക്കെ ഡെവലപ്മെന്റ് ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് ഈ കാർഡുകളിലൂടെയാണ്. നമ്മളെ കുറിച്ച് സകല ഡീറ്റെയിൽസും അവിടെ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത.
ജസ്റ്റ് ഞാൻ ഒന്ന് പറഞ്ഞു മാത്രം. ഓക്കെ, ഇനി അടുത്ത നമ്മൾ പഠിക്കാം. അപ്പൊ CGHS അവിടെ കഴിഞ്ഞു. CGHS എന്ന് പറയുന്നത് എന്താണ് എന്നും ഏത് ഇയറിൽ തുടങ്ങിയെന്നും അവിടെ എന്തൊക്കെ ബെനിഫിഷ്യറീസ് ആരൊക്കെയാണെന്നും അവർക്ക് എന്തൊക്കെ ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. CGHS കാർഡ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കാർഡിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. 4 കാർഡിന്റെ കളേഴ്സ്, സ്ട്രൈപ്സിന്റെ കളർ മറക്കണ്ട, അതെന്തിനായി സൂചിപ്പിക്കുന്നതാണൊക്കെ ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന. ഇത് എന്ന് കേട്ടിട്ടില്ലെങ്കിലും RSBY എന്ന് നമ്മൾ പരക്കെ കേട്ടിട്ടുണ്ടായിരിക്കും ഇല്ലേ? RSBY എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. RSBYയുടെ ഇൻഷുറൻസ് ധരിക്കുക. അതിന്റെ ഫുൾ ഫോം അറിയില്ലെങ്കിലും അത്രയെങ്കിലും അറിയാം. ഇഷ്ടംപോലെ ആളുകൾ അതിന്റെ ബെനിഫിറ്റ് ഉൾക്കൊള്ളുന്നവരും ഉണ്ടായിരിക്കും ഇല്ലേ? യെസ്, രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന എന്നുള്ളത് അണ്ടർലൈൻ ചെയ്തേക്കുക. അത് എപ്പോഴും ചോദിക്കുന്ന ഒരു എന്താ പറയാ എക്സ്പാൻഡഡ് ഫോം ആണ്. എക്സ്പാൻഡഡ് ഫോമിൽ ചിലപ്പോ R എന്തിനെ സൂചിപ്പിക്കുന്നു, S എന്തിനെ സൂചിപ്പിക്കുന്നു, Y എന്തിനെ സൂചിപ്പിക്കുന്നു എന്നൊക്കെ ചോദ്യം ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് അതിന്റെ എക്സ്പാൻഡഡ് ഫോം നന്നായിട്ട് പഠിച്ചിരിക്കണം. ആൻഡ് ദിസ് ടൈപ്പ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ്, ഈ RSBY എന്ന് പറയുന്ന രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന എന്ന് പറയുന്ന ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം നടപ്പിലാക്കിയത് 1 ഏപ്രിൽ 2008 2008 ഏപ്രിൽ 1 തീയതിയാണ് ഇത്തരം ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതി എസ്റ്റാബ്ലിഷ് ചെയ്തത് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആൻഡ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ്. അതായത് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന അതാണ്. അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന പദ്ധതിയാണ് അല്ലെങ്കിൽ ആ ഒരു സംരംഭമാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം നടപ്പിലാക്കിയത്. ഇത് കൂടുതലും ഡിസൈൻ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത് ബിലോ പോവർട്ടി ലെവൽ ഫാമിലീസിന് വേണ്ടിയിട്ടാണ്. അവരുടെ ഹെൽത്ത് ഇഷ്യൂസിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് കവറേജ് കൊടുക്കുന്നത്. അത് BPL ഫാമിലീസ്, ബിലോ പോവർട്ടി ലൈൻ ഫാമിലീസ്, അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇൻഷുറൻസ് പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത്. അവർക്ക് മാത്രമല്ല അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സിൽ നമ്മുടെ ഇന്ത്യയിൽ അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ചില എന്താ പറയാ സെക്ടേഴ്സ്, അതായത് മേഖലകളിൽ ജോലി ചെയ്യുന്ന ചില ആളുകളുണ്ട്, വർക്കേഴ്സ് ഉണ്ട്, അവർക്ക് കൂടിയിട്ട് കവറേജ് പ്രൊവൈഡ് ചെയ്യുക എന്നൊരു ഉദ്ദേശത്തിലാണ് RSBY എന്ന് പറയുന്ന ഹെൽത്ത് ഇൻഷുറൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഡേറ്റ്, ഇയർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ്, അതും അണ്ടർലൈൻ ചെയ്യാം. അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബിലോ പോവർട്ടി ലൈൻ ഫാമിലീസ്, അതും അണ്ടർലൈൻ ചെയ്യാം, ബിലോ പോവർട്ടി ലൈൻ എന്നുള്ളത്. ആൻഡ് ഓൾസോ അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സ് ഓഫ് ഇന്ത്യ എന്നുള്ളതും അണ്ടർലൈൻ ചെയ്യാം. മൊത്തം പാരഗ്രാഫിൽ ഈ പറഞ്ഞ വേർഡുകൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് അണ്ടർലൈൻ ചെയ്യാൻ പറയുന്നത്. കാരണം ആ വേർഡുകളിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് ചില ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ നോക്കുമ്പോൾ മനസ്സിലാവും അല്ലെ? ഓക്കെ. ഇനി വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് പ്രൊവൈഡഡ് ബൈ RSBY? ഈ RSBY എന്തൊക്കെ ബെനിഫിറ്റുകളാണ് ഇനി പ്രൊവൈഡ് ചെയ്യാൻ പോണേന്ന് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ അവർ എന്തൊക്കെ ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സം ഓഫ് റുപ്പീസ് 30,000 ഇൻഷുർഡ് ഫോർ എ വർക്കർ. ഒരു ജോലിക്കാരന് ഈ BPL ഫാമിലീസിൽ അല്ലെങ്കിൽ അൺഓർഗനൈസ്ഡ് സെക്ടറിൽ ജോലി ചെയ്യുന്ന ആളുകൾ അവരുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഉണ്ടല്ലോ 30,000 രൂപ വരെ അവര് ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട്. 30,000 രൂപ വരെ വർഷത്തില്. അപ്പൊ അവർക്ക് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ വന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 30,000 രൂപ വരെ കവറേജ് കിട്ടത്തക്ക രീതിയിലാണ് ഈ ഒരു ഇൻഷുറൻസ് പദ്ധതി രൂപീകരിച്ചിട്ടുള്ളത്. പിന്നെ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസുകൾ വേറെ വന്നിട്ടുണ്ടെങ്കിൽ അത് മീറ്റ് ചെയ്യുന്നുണ്ട്. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നേരത്തെ തന്നെ നിലവിൽ ഉണ്ടായിരുന്ന അസുഖങ്ങൾക്ക് വരെ കവറേജ് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് IRDAI പ്രകാരം പറയുന്നുണ്ട് ചില അസുഖങ്ങൾക്ക് എന്ത് ചെയ്യുന്നില്ല, നമ്മൾ കവറേജ് പ്രൊവൈഡ് ചെയ്യുന്നില്ല, എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുന്നു. അതിലൊന്നായിരുന്നു ഏത്, എക്സിസ്റ്റിംഗ് ഡിസീസ്. നമുക്ക് ആ പോളിസി എടുക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള രോഗം ഉണ്ടായിരുന്നു. അപ്പൊ ആ രോഗത്തിന് നമ്മളിപ്പോ കുറച്ച് പോളിസി എടുത്ത് ഒരു 3 മാസം കഴിഞ്ഞപ്പോ നമുക്ക് ആ രോഗവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് നേരത്തെ ഉണ്ടായിരുന്ന രോഗവുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആകേണ്ടി വന്നു. അപ്പൊ അതിന് കവറേജ് കൊടുക്കില്ല എന്നാണ് അവിടെ പറഞ്ഞത്. എന്നാൽ എല്ലാ പോളിസീസും എല്ലാ ഇൻഷുറൻസ് പദ്ധതികളും എല്ലാം ഒരുപോലെയല്ല. എല്ലാത്തിനും അതിൻ്റെതായ റൂൾസ്, റെഗുലേഷൻസ്, ടേംസ്, കണ്ടീഷൻസ്, ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടെന്ന് അപ്പൊ നമ്മൾ പറഞ്ഞതാ. അതുപോലെ തന്നെ ഇവിടെയും വീണ്ടും പറയാണ്, ഇവര് പറയുന്നു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എല്ലാ രോഗത്തിനും നേരത്തെ ഉള്ള അസുഖം ആയിക്കോട്ടെ അവിടെ ഇതൊന്നും കൺസിഡർ ചെയ്യുന്നില്ല, അതിനും കവറേജ് ഈ പറയുന്ന RSBY പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു പേഷ്യന്റിനെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി അവിടെ നിന്ന് ചിലപ്പോൾ അവിടെ ചികിത്സ പോരാനിട്ടോ അല്ലെങ്കിൽ പറ്റാനിട്ടോ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്പെൻസസ് മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1,000 രൂപ വരെ ഷിഫ്റ്റിംഗ് എക്സ്പെൻസസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
പിന്നെ ക്യാഷ്ലെസ് ഇൻഷുറൻസ്, വലിയ പൈസയൊന്നും കൊടുത്തിട്ടല്ല ഇവർക്ക് ഈ ഇൻഷുറൻസിന്റെ ഭാഗമാക്കുന്നത്. മാക്സിമം ഒരു പ്രീമിയം ഓഫ് ₹30 per annum, ഒരു 30 രൂപ പ്രീമിയം മാത്രം അടച്ച്, ഒരു വർഷത്തിലാണ് വെറുതെ, ഒരു വർഷത്തിൽ മാത്രമാണ് 30 രൂപ പ്രീമിയത്തിലാണ് ഈ ഒരു ക്യാഷ്ലെസ് ആയിട്ടുള്ള ഇൻഷുറൻസ് ഇവര് ഭാഗമാകുന്നത്. അപ്പൊ ഇതെല്ലാം രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന ഇൻഷുറൻസ് പദ്ധതിയുടെ പ്രധാനപ്പെട്ട ബെനിഫിറ്റുകളാണ്. ഏതൊക്കെയാണ്? സം ഇൻഷുർഡ് ഓഫ് ₹30,000 for the workers in unorganized sector. Unorganized സെക്ടറിൽ ജോലി ചെയ്യുന്ന വർക്കേഴ്സിനും ഫാമിലീസിനും ഒരു 30,000 രൂപ വരെ സം ഇൻഷുർ ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ്, ഡിസീസസ് വിച്ച് ആർ എക്സിസ്റ്റിംഗ് ഏർലിയർ, നേരത്തെയുള്ള അസുഖങ്ങൾക്ക് ഷിഫ്റ്റിംഗ് എക്സ്പെൻസസ് അപ് ടു ₹1,000, ഷിഫ്റ്റ് ചെയ്യാനുള്ള ചെലവുകൾ 1000 രൂപ വരെ ക്യാഷ്ലെസ് ഇൻഷുറൻസ്. ആൻഡ് ഓൾസോ ഇതിന് നമുക്ക് പ്രീമിയം ആയിട്ട് വരുന്നത് വർഷത്തിൽ 30 രൂപ മാത്രമാണ്. ഇതാണ് ഇതിന്റെ പ്രത്യേകതകൾ. ഇതിന്റെ RSDY എന്ന് പറയുന്ന ഇൻഷുറൻസ് പദ്ധതിയുടെ പ്രത്യേകതകൾ അല്ലെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് കവറേജുകളാണ് ഈ പറഞ്ഞത്. അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. എല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ CGHSന്റെ ബെനിഫിറ്റ് അല്ല ഇവിടെ വന്നേക്കണേ, അല്ലെ? ESIയുടെ ബെനിഫിറ്റ് അല്ല CGHSൽ വന്നേ. ഓരോന്നിനും അതിൻ്റെതായ ബെനിഫിറ്റുകളുണ്ട്, നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, yes. Then next, examples for private health insurance plans. ഇനി നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതികളിൽ ചില പ്രൈവറ്റ് ആയിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളുടെ പേരുകളാണ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി, പഠിക്കുന്നൊന്നുമില്ല. അതായത് ഇൻഷുറൻസ് പദ്ധതികളുടെ പേരുകൾ. കുറെ ഇൻഷുറൻസ് പദ്ധതികൾ ഉണ്ട്. എല്ലാം ഒരേപോലത്തെ അല്ല, എല്ലാത്തിനും വ്യത്യസ്തങ്ങളായിട്ടുള്ള പർപ്പസ് ഉണ്ട്. ഓരോ ഇൻഷുറൻസ് പദ്ധതിയും അതിൻ്റെതായ രീതിയിലാണ് അതിന്റെ കവറേജ് കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ വ്യത്യസ്തമാണ്. വ്യത്യസ്തങ്ങളായിട്ടുള്ള ചില പ്രൈവറ്റ് ഇൻഷുറൻസ് പദ്ധതികളെ കുറിച്ചിട്ടാണ് പേരാണ് പറഞ്ഞേക്കുന്നത്. സ്റ്റാർ ഫാമിലി ഹെൽത്ത്, അതൊരു ഒപ്റ്റിമ പ്ലാൻ ആണ്. ടാറ്റ AIG മെഡിക്കെയർ പ്ലാൻ ആണ്. റിലയൻസ് ക്രിട്ടിക്കൽ ഇൽനെസ് ഇൻഷുറൻസ് ആണ്. ക്രിട്ടിക്കൽ ഇൽനെസിന്റെ ഒരു കവറേജ് കിട്ടുന്ന പോളിസിയുടെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു, അല്ലെ? ക്യാൻസർ, പാരാലിസിസ്, ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഓർഗൻസ്, ഇതിനൊക്കെ വേണ്ടിയിട്ട്, ഇതൊക്കെ ദീർഘകാല റിക്കവറി ആവശ്യമുള്ള രോഗങ്ങളുമാണ്. അതോടൊപ്പം തന്നെ കുറച്ച് ക്രിട്ടിക്കൽ ഇൽനെസ് കൂടിയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻഷുറൻസ് പ്ലാൻ ആണ് റിലയൻസ് എന്ന് പറയുന്നത്. അതുപോലെ മണിപ്പാൽ സിഗ്ന, അത് പ്രോ ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. ബജാജ് അലയൻസ്, അതൊരു ഹെൽത്ത് ഇൻഷുറൻസ്, ഹെൽത്ത് കാർഡ് ആണ്. മാത്രമല്ല ഭാരതി അക്സ, അതൊരു സ്മാർട്ട് സൂപ്പർ ഹെൽത്ത് പ്ലാൻ ആണ്. അപ്പൊ വിവിധങ്ങളായിട്ടുള്ള കുറച്ച് ഇൻഷുറൻസ് പദ്ധതികളുടെ പേരുകൾ അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നു എന്ന് മാത്രം. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? യെസ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്തൊരു ടോപ്പിക്കാണ്. അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞു കഴിയുമ്പോ അടുത്ത ടോപ്പിക് എന്ന് പറയുമ്പോൾ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് നമ്മൾ പഠിക്കാൻ പോണേ. ഈ തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ ആരാ? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് കേട്ടോ, തേർഡ് പാർട്ടി ക്ലെയിം പഠിച്ചു. അതല്ല കേട്ടോ, ഇത് വേറെ. ഇത് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ ആണ്. അവിടെ തേർഡ് പാർട്ടി ക്ലെയിം ഒക്കെ നമ്മൾ പഠിച്ചല്ലോ. ഒരു എന്തെങ്കിലും തരത്തിലുള്ള ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ഇപ്പൊ വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോഴാണ് തേർഡ് പാർട്ടി ക്ലെയിമിന്റെ ആവശ്യം വരിക. കാരണം നമ്മുടെ വണ്ടി കൊണ്ടുപോയി നമ്മൾ വേറെ ഏതെങ്കിലും നിർത്തിയിട്ടിരിക്കുന്ന വണ്ടിയിലോ ആരെങ്കിലും നടന്നു പോകുന്ന ആളുടെ ഇടിച്ച് നമുക്ക് നഷ്ടം വരുന്നതോടൊപ്പം തന്നെ ആ എതിരെയുള്ള ആൾക്ക് കൂടി മറ്റൊരാളുടെ, നമ്മളുടേതല്ലാത്ത മറ്റൊരാളുടെ വാഹനത്തിനോ ആളുകളുടെ ശരീരത്തിനോ എന്തെങ്കിലും പരിക്കുകളൊക്കെ ഏൽപ്പിച്ചാൽ ആ ഒരു നഷ്ടത്തിന്റെ പരിഹാരവും നമ്മുടെ ഇൻഷുറൻസ് കമ്പനി അവർക്ക് കൊടുക്കേണ്ടി വരും. അതാണ് തേർഡ് പാർട്ടി ക്ലെയിം എന്ന് പറയുന്നത്. തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ അതല്ല കേട്ടോ. തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഒരു മൂന്നാമത്തെ ഒരാള് എന്ന് പറയില്ലേ നമ്മള്, അല്ല? ഇപ്പൊ എന്തെങ്കിലും ഒരു എഗ്രിമെന്റിൽ രണ്ടാൾക്കാരുണ്ടാകുക. ഒരാളെ ചിലപ്പോൾ ഒരു ഇടനിലക്കാരനായിട്ട് നമ്മൾ നിർത്തും. എന്തിനാണ്? സാക്ഷി വേണ്ട, അല്ലെ? ഒരു വിറ്റ്നസ് പോലെയൊക്കെ നമ്മൾ നിർത്താറില്ലേ? അതുപോലെ ആ ഒരു തേർഡ് പാർട്ടി മീനിങ് ആണ് ഇവിടെ വരിക. ഇവിടെ വിറ്റ്നസ് അല്ല, ഇവിടെ ഒരു ഇന്റർമീഡിയറി ആണ്. എന്താ ഇന്റർമീഡിയറിയുടെ മീനിങ്? ഇന്റർമീഡിയറി എന്ന് പറഞ്ഞാൽ എന്താ? ഇടനിലക്കാരെന്ന് കേട്ടിട്ടുണ്ടോ? ഇടനിലക്കാരൻ നമ്മൾ ബ്രോക്കേഴ്സ് കേട്ടിട്ടില്ലേ? ബ്രോക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാ? ഇടനിലക്കാരൻ തന്നെയാണ്, അല്ലെ? അതായത് പണ്ടൊക്കെ ഇവരുടെ ഭയങ്കര ആവശ്യങ്ങൾ നമുക്ക് ഉണ്ടായിരുന്നു. കല്യാണങ്ങൾ നടക്കുമ്പോൾ, റിയൽ എസ്റ്റേറ്റ് എന്താ പറയാ ബിസിനസ് നടക്കുമ്പോൾ ഇവരെയൊക്കെ ആവശ്യമുണ്ട്. കാരണം വിൽപ്പനക്കാരനെയും വാങ്ങുന്ന ആളെയും തമ്മിൽ ബന്ധിപ്പിക്കാനാണ് ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ ഇടനിലക്കാരന്റെ അതുപോലെ ബ്രോക്കേഴ്സിന്റെ ആവശ്യകതയുള്ളത്, അല്ലെ? അവര് കല്യാണം നടക്കുന്ന സമയത്ത് വധുവരന്മാരുടെ വീടുകളെ തമ്മിൽ ബന്ധിപ്പിക്കാനാണ് ബ്രോക്കേഴ്സിന്റെ ആവശ്യമുള്ളത്, അല്ലെ? അപ്പൊ അങ്ങനെയൊക്കെ. അതുപോലെ ഇവിടെ നമ്മുടെ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഇൻഷുറൻസ് കമ്പനിയെയും ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽസിനെയും ഇൻഷുർഡിനെയും തമ്മിൽ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് തേർഡ് പാർട്ടി ചെയ്യുന്നത്. തേർഡ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ആള്, ഇപ്പൊ ഞാൻ എന്ന് പറയുന്ന ഒരു ഏതെങ്കിലും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിരിക്കുന്ന ഒരാളാണ്, ഒരു പോളിസി എടുത്തിരിക്കുന്ന ആളാണ്.
ആൻഡ് എന്തെങ്കിലും ഒരു ആക്സിഡന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസീസുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയി. അപ്പൊ എനിക്ക് ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് എനിക്ക് അതിന്റെ ക്ലെയിം വേണം. സോ നമ്മുടെ ഇന്ന് ഹോസ്പിറ്റൽസിലൊക്കെ ഇന്ന് എല്ലായിടത്തും കണ്ടാൽ നമുക്ക് ഇപ്പൊ നോക്കിയാൽ മനസ്സിലാകും TPA എന്നൊക്കെ എഴുതി വെക്കുന്നത് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ ആണ്. എന്ന് വെച്ചാൽ തേർഡ് പാർട്ടി ഈ ഇൻഷുറൻസിന്റെ ക്ലെയിമിംഗ് പ്രൊസീജിയേഴ്സിനെ ഫോർവേഡ് ചെയ്യുക, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്തി ഇൻഷുറൻസിന്റെ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് ആ പേഷ്യന്റിന് വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒരു ഇടനിലക്കാരനായിട്ട് നമുക്ക് പ്രവർത്തിക്കും. അതൊരു വ്യക്തിയല്ല, അതൊരു ഏജൻസി ആകാം, അതൊരു കമ്പനി ആകാം, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ആകാം. ഒരു വ്യക്തിയല്ല, അതിനകത്ത് കുറച്ച് ആൾക്കാരുണ്ട്. ഒറ്റയ്ക്ക് ഒരാൾക്ക് നിന്ന് അതെല്ലാം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അതൊരു ഏജൻസിയാണ്. ഏജന്റുമാരുടെ ഒരു കൂട്ടം. അങ്ങനെ ഒരു ഏജൻസിന്നോ കമ്പനിന്നോ ഓർഗനൈസേഷനിന്നോ ഒക്കെ നമുക്ക് അവരെ വിശേഷിപ്പിക്കാം. ഏതിനെ? തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ. സോ ഇവരെന്താ ചെയ്യുന്നത്? ഈ ഒരു ഏജൻസി അല്ലെങ്കിൽ ഒരു കമ്പനി, ഒരു ഓർഗനൈസേഷൻ, they have to proceed the process of claims. ക്ലെയിമിങ്ങിന്റെ പ്രോസസ്സുകൾ എല്ലാം മുന്നോട്ട് വെക്കുക, കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇവരുടെ ഡ്യൂട്ടി. ഇതിനു വേണ്ടിയിട്ട് they have got the license from IRDA. ഇവർക്ക് ലൈസൻസ് കിട്ടിയിട്ടുണ്ട്. അതിന് ആരുടെന്ന്? IRDA. എന്താ IRDA? റെഗുലേറ്ററി അതോറിറ്റി ആണ് അല്ലെ. അതായത് ഇൻഷുറൻസിനെയൊക്കെ റെഗുലേറ്റ് ചെയ്യുന്ന, കൺട്രോൾ ചെയ്യുന്ന അധികാരമുള്ള അതോറിറ്റി, അധികാരമുള്ളവരാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇവർക്ക് ലൈസൻസ് കൊടുത്തേക്കുന്നത് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സിന്. എന്ത് പറഞ്ഞിട്ടാണ്? നിങ്ങൾക്ക് ഈ പറയുന്ന ഇൻഷുറൻസിന്റെ ക്ലെയിം ചോദിച്ചു വരുന്ന ആൾക്കാർക്കൊക്കെ അവരുടെ ക്ലെയിമിങ്ങിന് വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുക. അവരുടെ പേപ്പേഴ്സ് കറക്റ്റ് ആക്കണം, ഡോക്യുമെന്റുകൾ ക്ലിയർ ആണെന്ന് നോക്കണം, യാതൊരു ഡോക്യുമെന്റ് ഒന്നും പോയിട്ടില്ല, അല്ലെങ്കിൽ ഫോംസ് അവർ ക്ലെയിം ചെയ്തിരിക്കുന്ന പ്രൊസീജിയേഴ്സ് ഒക്കെ ഓക്കെ ആണോ എന്നൊക്കെ നോക്കി ക്ലെയിമിന്റെ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് സെറ്റിൽ ചെയ്ത് കൊടുക്കുന്നത് വരെ ഒപ്പം നിൽക്കേണ്ട ഒരു ഏജൻസിയാണ് നമ്മുടെ തേർഡ് പാർട്ടി ഏജൻസി അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇതിന് നമുക്ക് ലൈസൻസ് കിട്ടിയിട്ടുണ്ട് IRDA കയ്യിൽ നിന്ന്. അതുകൊണ്ട് തന്നെ ഈ IRDAക്ക് ആരൊക്കെ തമ്മിലായിരിക്കും ബന്ധം ഉണ്ടാകുക? ഒന്ന് പോളിസി ഹോൾഡർ. ഇപ്പൊ ഞാനാണ് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്ററിനെ സമീപിച്ചേക്കണം. എനിക്ക് ഈ പാർട്ടിയിലാണ് ഹോസ്പിറ്റലൈസ്ഡ് ആയി. അപ്പൊ ഞാൻ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സിനെയാണ് ഞാൻ ഇത് ചെയ്യേണ്ടത്, അപ്രോച്ച് ചെയ്യേണ്ടത്. സോ ഐ ഹാവ് ടു ക്ലെയിം മൈ ഇൻഷുറൻസിന്റെ എമൗണ്ട് ഞാൻ ക്ലെയിം ചെയ്യണം, ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ നേരിട്ട് ഇൻഷുറൻസ് കമ്പനിയെ സമീപിക്കുന്നില്ല, പകരം ഈ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ സമീപിക്കുന്നു. അപ്പൊ ഓക്കെ, അവര് നമ്മളുടെ കാര്യങ്ങളും അവരുടെ എന്താ പറയുക ഇൻഷുറൻസിന്റെ കാര്യങ്ങളൊക്കെ നോക്കി അവര് അതിന്റെ പേപ്പർ വർക്ക്സ് ഒക്കെ പ്രൊസീഡ് ചെയ്യണമെങ്കിൽ ഈ ക്ലെയിമിംഗ് പ്രോസസ്സിലേക്ക് ബാക്കി വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരായിരിക്കും? അപ്പോ ഈ TPA ആണ്, തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. അവര് ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് കണക്ട് ചെയ്യുന്നു, എന്നിട്ട് അവർ കാര്യം അറിയിക്കുന്നു, വേണ്ട ആളാണ്, ഇന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അത് ക്യാഷ്ലെസ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഈ പറയുന്ന പേഷ്യന്റിന് വാങ്ങിച്ച് കൊടുക്കുന്നത് വരെ അവരോട് ഒപ്പം നിൽക്കുന്നു. അതായത് ക്ലെയിം സെറ്റിൽ ചെയ്യുന്നത് വരെ ഒപ്പം ഉണ്ടായിരിക്കും. അതാണ് നമ്മുടെ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്നത്. ആ ഒരു സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണത്. തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ ഈസ് എ കമ്പനി or agency or organization that holds a license from IRDA, Insurance Regulatory Development Authority, to process ക്ലെയിമുകൾ പ്രോസസ് ചെയ്യുക എന്നുള്ളതിന് വേണ്ടിയിട്ട് IRDAയുടെ കയ്യിൽ നിന്ന് ലൈസൻസ് ഹെൽഡ് ചെയ്തിരിക്കുന്ന ആ ഏജൻസിയെയോ ഓർഗനൈസേഷനെയോ അല്ലെങ്കിൽ അത് കമ്പനിയെയോ ആണ് നമ്മൾ TPA എന്ന് വിളിക്കുക. പ്രോസസ് ക്ലെയിം വരെ അണ്ടർലൈൻ ചെയ്താൽ മതി. അതുവരെ അതിന്റെ ഫുള്ള് വേണമെന്നില്ല. ഇവിടെ വരെ ടു പ്രോസസ് ക്ലെയിം വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ചെയ്തോ? ഓക്കെ. അപ്പൊ ഇതാണ് ഇവരുടെ ജോലി. അങ്ങനെയാണെങ്കിൽ TPAയുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാണ്? TPAയുമായിട്ട് ബന്ധപ്പെടേണ്ടവർ ആരൊക്കെയാ? ഒന്ന് ഇൻഷുറൻസ് കമ്പനി, ഒന്ന് പോളിസി ഹോൾഡർ, അതായത് ഇൻഷുറൻസ് എടുത്തിരിക്കുന്ന ആള്, പിന്നെ ആരാ? ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ, ദാറ്റ് മീൻസ് ദ ഹോസ്പിറ്റൽസ്, ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്നവര്. അപ്പൊ TPAനെ ആദ്യം ആര് സമീപിക്കും? പോളിസി ഹോൾഡർ സമീപിക്കും. എനിക്ക് ക്ലെയിം വേണമെന്ന്. അപ്പൊ ഈ ക്ലെയിം വേണമെന്ന് അവരോട് പറഞ്ഞത് അവരാരെ അറിയിക്കണം? ഇൻഷുറൻസ് കമ്പനിയെ അറിയിക്കണം. അപ്പൊ അവിടെ ഒരു ഇൻഷുറൻസ് കമ്പനി ബന്ധപ്പെട്ടു. ഇനി അത് ഓക്കെയാണ്, ഈ പറഞ്ഞ ക്ലെയിം ഒക്കെ ഓക്കെയാണ്, പെർഫെക്റ്റ് ഓക്കെയാണ്, ഡോക്യുമെന്റ് ഒക്കെ ക്ലിയർ ആണ്, ഒന്നും അവിടെ പെൻഡിങ് ഒന്നുമില്ല, എല്ലാം ഓക്കെയാണ്, അവിടെ അപ്പം പോലെ കൊടുക്കും, ശരി ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്തോളാൻ പറയാനായിട്ട്. അപ്പൊ അവര് അത് ആരെ അറിയിക്കണം? TPA ഹോസ്പിറ്റൽസിനെ അറിയിക്കണം. ഓക്കെ, ആളുടെ എല്ലാം ശരിയാണ്, ഓക്കെയാണ്, നിങ്ങൾ ട്രീറ്റ് ചെയ്തോ എന്നാണ് ഇൻഷുറൻസ് കമ്പനി അത് ഏറ്റെടുത്തിട്ടുണ്ട്. കൊണ്ടോ? അപ്പൊ അവരുമായിട്ട് ബന്ധപ്പെട്ട 3 ആളുകളുടെ പേരാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻഷുറൻസ് കമ്പനിയാണ്, പ്രൊവൈഡേഴ്സ് അതായത് ഹോസ്പിറ്റൽസ് ആണ്, പോളിസി ഹോൾഡേഴ്സ് പോളിസി എടുത്തിരിക്കുന്ന ആളാണ്. അപ്പൊ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓഫ് TPAയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവർ, അതാണ് ഇതിന്റെ അർത്ഥം. സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ആ 3 ഇതാണ്: ഇൻഷുറൻസ്, പിന്നെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്, പോളിസി ഹോൾഡേഴ്സ്. ക്ലിയർ ആണോ? അതുകൂടി അണ്ടർലൈൻ ചെയ്യാം.
ഓക്കെ. ഇനി വാട്ട് ആർ ദേ ഡൂയിങ്? ഈ TPA എന്ന് പറയുന്ന തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് അവർ എന്താ ചെയ്യുന്നത്? എന്താണ് ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും IRDA ആണ് ഇവർക്ക് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഇവർക്ക് ലൈസൻസ് കൊടുത്തിരിക്കുകയാണ്. TPA have to proceed the process of claims. ക്ലെയിമുകളുടെ പ്രോസസ്സുകളൊക്കെ പ്രൊസീഡ് ചെയ്യാനുള്ള അധികാരം, ലൈസൻസ് IRDA TPAക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ they have to maintain, that means the TPA have to maintain in-house, അവരുടെ in-houseൽ എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു ഫാമിലിയില് കുറച്ച് ആൾക്കാരെ ഇവർ എപ്പോഴും അറേഞ്ച് ചെയ്ത് റെഡിയാക്കി നിർത്തിക്കോരണം. ആരെയാണത്? ഒന്ന് മെഡിക്കൽ ഡോക്ടറാണ്, എന്ന് വെച്ചാൽ ഇന്ത്യൻ മെഡിക്കൽ ഓഫ് കൗൺസിൽ അംഗീകരിച്ച രജിസ്റ്റർ ചെയ്ത ഒരു ഡോക്ടർ അവരുടെ കൂടെ ഉണ്ടായിരിക്കണം. ലീഗൽ എക്സ്പേർട്സ്, ചിലപ്പോൾ നിയമപരമായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് പോകേണ്ടി വരും. ചിലപ്പോൾ വണ്ടിയൊക്കെ ഇടിച്ചതൊക്കെ ആണെങ്കിൽ നിയമപരമായിട്ട് വേറൊരു വണ്ടി പോകുന്ന ഇടിച്ചപ്പോൾ ലീഗൽ പ്രൊസീഡിങ്സ് ഉണ്ടായിരിക്കും. അതിന് അഡ്വൈസ് കൊടുക്കാൻ വേണ്ടി ലീഗൽ എക്സ്പേർട്സ് ഉണ്ടായിരിക്കണം. പിന്നെ മെഡിക്കൽ കൗൺസിൽ ഇൻഫർമേഷൻ ടെക്നോളജി പ്രൊഫഷണൽസ്, IT പ്രൊഫഷണൽസ് എന്ന് വെച്ചാൽ പേപ്പർ വർക്ക് ഒക്കെ ക്ലിയർ ആക്കി ഫാക്സ് ഒക്കെ ചിലപ്പോൾ ഇൻഷുറൻസ് കമ്പനിയിലേക്ക് പെട്ടെന്ന് ഡീറ്റെയിൽസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സെൻഡ് ചെയ്യേണ്ടി വരും. അതിന് എക്സ്പേർട്ട് ആയിട്ടുള്ള IT പ്രൊഫഷണൽസ് മാത്രമേ ചിലപ്പോൾ അതൊക്കെ സാധിക്കുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി IT പ്രൊഫഷണൽസ് ഉണ്ടായിരിക്കണം, മാനേജ്മെന്റ് കൺസൾട്ടൻസ് ഉണ്ടായിരിക്കണം, ഹോസ്പിറ്റലിന്റെ മാനേജേഴ്സ്. ഇവരൊക്കെ എപ്പോഴും ആ ഒരു TPAയുടെ കൂട്ടത്തിലുണ്ടായിരിക്കണം. അല്ലാതെ എന്തെങ്കിലും ക്ലെയിമിങ്ങിന് വേണ്ടി പേഷ്യൻസോ അവരുടെ കസ്റ്റമേഴ്സോ സമീപിക്കുമ്പോഴോ അല്ല ഇവർക്കൊക്കെ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ടും ഓടാൻ പറ്റുക അല്ലെ. അപ്പൊ അതൊക്കെ അവർ എപ്പോഴും അറേഞ്ച് ചെയ്ത് നിർത്തിക്കോണം. ഇവരൊക്കെ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യത്തിന് കോൺടാക്ട് ചെയ്യാൻ ഇവരൊക്കെ എപ്പോഴും കയ്യിലുണ്ടായിരുന്നു. അതാണ് അവരുടെ ഇൻഹൗസിൽ ഉണ്ടാവുമെന്ന് പറയുന്ന കാരണം. അവർ ഇൻഹൗസ് എന്ന് ഉദ്ദേശിച്ചത് ഒപ്പം ഉണ്ടായിരിക്കുമോ? മനസ്സിലായോ? ക്ലിയർ ആണോ? പോയിന്റ് എന്താന്ന് മനസ്സിലായോ? Yes. Then this team means the TPA. നമ്മുടെ third party administrators have to keep the relation between its customers. ഇവരുടെ കസ്റ്റമേഴ്സുമായിട്ട് എപ്പോഴും ഒരു ബന്ധം ഉണ്ടായിരുന്നു. ഇവരുടെ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാ? പോളിസി എന്താ പറയാ എമൗണ്ട് വേണം എന്ന് പറഞ്ഞ് ക്ലെയിം ചെയ്യുന്ന ആൾക്കാർ. ഇപ്പൊ ഞാൻ നേരത്തെ ഉദാഹരണം പറഞ്ഞു, ഞാൻ എന്ന് പറയുന്ന ഒരു പോളിസി ഹോൾഡർ, എനിക്ക് എന്തെങ്കിലും അസുഖം വന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആയി, അപ്പൊ ഞാൻ ഏതെങ്കിലും ഒരു TPAനെ സമീപിച്ചു, ഹോസ്പിറ്റലിന്റെ TPAയുടെ അടുത്ത് പോയി. അപ്പൊ എന്റെ എന്താ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ക്ലെയിമിന് വേണ്ടിയിട്ടാണ് പോയേക്കണേ. അപ്പൊ ഞാൻ അവരുടെ കസ്റ്റമർ ആണ്. ഓക്കെ. അങ്ങനെ ഓരോ കസ്റ്റമേഴ്സിനെ അവര് കൃത്യമായിട്ട് അവരുടെ ക്ലെയിമിംഗ് പ്രോസസ്സിൽ അവര് സ്മൂത്ത് ആയിട്ട് അത് ഫംഗ്ഷൻ ചെയ്യണം. സ്ട്രീം ലൈനിങ് എന്ന് പറയുന്നത് വളരെ സ്മൂത്ത് ആയിട്ട് അവരുടെ കാര്യങ്ങള് എന്താ പറയാ മനസ്സിലാക്കി അവരുമായിട്ട് നല്ല ബന്ധത്തില് അവരുടെ ക്ലെയിമിംഗ് പ്രോസസ്സിൽ അവരെ ഹെൽപ്പ് ചെയ്യണം. ആൻഡ് ഓൾസോ അവരെ ഹെൽപ്പ് ചെയ്യുന്നതോടൊപ്പം തന്നെ they have to make sure that no false claims are made. ആരും തന്നെ തെറ്റായ രീതിയിൽ ക്ലെയിമുകൾ വെച്ചിട്ടില്ല. എന്ന് വെച്ചാൽ തെറ്റിദ്ധരിപ്പിച്ചൊക്കെ ചില ആൾക്കാർ ക്ലെയിം ചോദിക്കും. ഒരു അസുഖം ഇല്ലാണ്ട് വെറുതെ വന്നിട്ട് അവിടെ വണ്ടി ഇടിച്ചു ഇവിടെ വണ്ടി ഇടിച്ചു ക്ലെയിം കിട്ടാൻ വേണ്ടിയിട്ടേ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വന്ന് ഹോസ്പിറ്റൽസിലൊക്കെ ചില ആൾക്കാരെ അഡ്മിറ്റ് ചെയ്യാറുണ്ട്. ഈ അടിപിടി കേസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഹോസ്പിറ്റൽസിലെ ഗവൺമെന്റ് ഹോസ്പിറ്റൽസിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. അടിപിടിയിലൊക്കെ വന്നിട്ട് അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ മുറിവൊക്കെ പറ്റി വരും. എന്നിട്ട് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് വരും. അപ്പൊ ക്ലെയിമിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ വന്ന് കിടക്കുന്നത്. അല്ല വലിയ കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ലെങ്കിലും നിർബന്ധിച്ച് അവിടെ കിടക്കുകയാണ്. അവിടെ നിൽക്കുകയാണെങ്കിൽ പോവുകയാണെങ്കിൽ അവരുടെ ആരുടെയെങ്കിലൊക്കെ ഡോക്ടേഴ്സിന്റെ മറ്റേ ആരുടെയെങ്കിലൊക്കെ കൈയും കാലും പിടിച്ച് അവിടെ നിൽക്കും, തൂക്കി പിടിച്ച് അല്ലെ. അപ്പൊ അൺവാണ്ടഡ് ക്ലെയിംസ് ആണ് നടത്തുന്നില്ല ആരും എന്ന് ഉറപ്പുവരുത്തണം. മാത്രമല്ല എന്താ പറയാ ഫോൾസ് ആയിട്ടുള്ള ക്ലെയിമുകൾ നടത്തുന്നില്ല എന്നൊക്കെ മേക്ക് ഷുവർ ചെയ്യുക. അതോടൊപ്പം തന്നെ ഹാവ് ടു എൻഹാൻസ് ദർ ക്വാളിറ്റി സർവീസ്. തീർച്ചയായിട്ടും TPA അവരുടെ തന്നെ സേവനം ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഈ രീതിയിലൊക്കെ പറ്റുള്ളൂ. തെറ്റായിട്ടുള്ള ആരെങ്കിലൊക്കെ ക്ലെയിം ചെയ്യുമ്പോൾ അവരുടെയും പിന്നാലെ ഓടി ശരിയായിട്ടുള്ള അവർക്ക് ലാഗ് ചെയ്തു. അപ്പൊ അവരുടെ ക്വാളിറ്റി സർവീസ് അല്ല അവരോടെ കൊടുക്കുന്നത്. അതാണ് ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവൊക്കെ ഉള്ളവർക്കാണ് ഈ ഒരു ലൈസൻസ് ഒക്കെ കൊടുത്തേക്കണം. അല്ലാണ്ട് വെറുതെ ഒന്നും ലൈസൻസ് ഒന്നും കൊടുക്കില്ല ഈ പറയുന്ന ക്ലെയിമിംഗ് പ്രോസസ്സുകളൊക്കെ നടത്താൻ വേണ്ടി. സോ അവര് ഈ പറയുന്ന ആളുകളുമായിട്ട് നല്ല ഒരു റിലേഷൻ ഉണ്ടായിരിക്കും. ആൻഡ് ഫോർ ദിസ് പർപ്പസ് ഈ ഒരു ഇവര് നൽകുന്ന സേവനത്തിന് തീർച്ചയായിട്ടും ഇവർ നൽകുന്ന ഒരു സേവനം തന്നെയാണ് അല്ലെ. നമുക്കിപ്പോ നേരിട്ട് പോയി കാര്യങ്ങൾ ചെയ്യാനും പേപ്പർ വർക്ക്സ് ഒക്കെ ക്ലിയർ ആക്കാനൊക്കെ ചിലപ്പോൾ നമുക്ക് നമ്മുടേതായ ചില ലിമിറ്റേഷൻസ് ഉണ്ടായിരിക്കും. അപ്പൊ അത് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ TPA ഈ പറഞ്ഞ കാര്യമൊക്കെ ഏൽപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവർക്ക് ഒരു പേയ്മെന്റ് കൊടുക്കണ്ടേ? അവർക്ക് കിട്ടേണ്ടത് ഒരു ഫീസാണ്. ആ ഫീസ് വിൽ ബി പ്രൊവൈഡഡ് ബൈ ദ ഇൻഷുറൻസ് കമ്പനി. ഇൻഷുറർ ആണ് അത് കൊടുക്കേണ്ടത്. ഇൻഷുറൻസ് കമ്പനി എന്ന് പറയുന്ന ഇൻഷുറർ ആണ് അത് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ആൻഡ് ഇറ്റ് ഈസ് 5.5% ഓഫ് ദ പ്രീമിയം. കാരണം നമ്മുടെ പ്രീമിയത്തിന്റെ 5.5% ഇവർക്ക് ഫീസായിട്ട് എന്ത് ചെയ്യുന്നത് ഇൻഷുറൻസ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ. അതിൽ ആ ഒന്നാമത്തെ ആരോ മാർക്ക് ഇട്ടേക്കണ പോയിന്റും മൂന്നാമത്തെ ആരോ മാർക്ക് ഇട്ടേക്കണ പോയിന്റും ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം.
അത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. അതിനകത്ത് ഇമ്പോർട്ടന്റ് ഉള്ള വാങ്ങിച്ച കാര്യമുണ്ട്. TPA ഇൻ ഹൗസിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആൾക്കാരുടെ കുറച്ച് പേര് പറഞ്ഞില്ലേ നമ്മള്, മെഡിക്കൽ ഡോക്ടേഴ്സ്, ഹോസ്പിറ്റൽ മാനേജേഴ്സ്, ലീഗൽ എക്സ്പേർട്സ്, പിന്നെ എന്താ പറയുക നമ്മുടെ IT പ്രൊഫഷണൽസ്, പിന്നെ മാനേജ്മെന്റ് കൺസൾട്ടൻസ്, ഇൻഷുറൻസ് കൺസൾട്ടൻസ്, ഇവരൊക്കെ അവരുടെ ഇൻ ഹൗസിൽ വേണമെന്ന് പറഞ്ഞില്ല. ആ ഒരു പോയിന്റും TPAക്ക് കൊടുക്കുന്ന ഫീസ് അതിനൊരു ഫിക്സ്ഡ് എമൗണ്ട് പറയുന്നുണ്ടല്ലോ, 5.5% ഓഫ് ദ പ്രീമിയം എന്ന് പറയുന്നുണ്ടല്ലോ. ആ പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യുന്നുണ്ട് ഇതില്ലേ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് വാട്ട് ഈസ് ദ റോൾ ഓഫ് TPA ഇൻ ഹെൽത്ത് ഇൻഷുറൻസ്. ഹെൽത്ത് ഇൻഷുറൻസിൽ നമ്മുടെ TPAയുടെ റോൾ എന്താണ് TPA ഹെൽത്ത് ഇൻഷുറൻസിൽ ചെയ്യുന്നത്. അപ്പൊ അതിങ്ങനെ ഓരോ 1 by 1 പോയിന്റ് ആയിട്ട് നമ്മൾ തന്നിട്ടുണ്ട്. എന്തൊക്കെ ചെയ്യണം? ഒന്നാമത്തേത് നമുക്കറിയാം, ദേ കണക്ട് ദ ഇൻഷുറർ ആൻഡ് ഓൾസോ ദ പോളിസി ഹോൾഡർ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി. ഇപ്പൊ നമുക്കറിയാം, നമ്മളിപ്പോ ഒരു TPAനെ നമ്മുടെ ക്ലെയിമിന് വേണ്ടി സമീപിക്കുമ്പോൾ നമ്മളെ അവരുമായിട്ട് കണക്ട് ചെയ്യണം. ആരുമായിട്ട്? ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് കണക്ട് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് വേണ്ട സേവനങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ചു തരുന്നു. അപ്പൊ TPA നമ്മുടെ എന്താ പറയാ, നമുക്ക് വേണ്ട ക്ലെയിമിംഗ് പ്രോസസ് ഒക്കെ നടത്തുന്നത്, ഹോസ്പിറ്റലൈസ് ചെയ്ത് കഴിയുമ്പോൾ ക്ലെയിമിംഗ് കാര്യങ്ങളൊക്കെ നടത്തുന്നത് TPA ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മളെയും ഇൻഷുറൻസ് കമ്പനിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കണക്ടർ ആണെന്ന് നമുക്ക് TPAനെ പറയാം. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുന്ന അറിയാമോ, തങ്ങളെ സമീപിക്കുന്ന കസ്റ്റമേഴ്സിനെ ക്ലെയിം ചെയ്യാൻ വേണ്ടി വരുന്ന ആൾക്കാരില്ലേ, അവർക്ക് they will provide a കാർഡ്. വീണ്ടും പറയാണ്, ഒരു യൂണിക് ഐഡന്റിറ്റി കാർഡ് ഇവർക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. അത് ഈ ക്ലെയിം ചോദിച്ചു വരുന്ന ആൾക്കാർക്ക് TPAയുടെ അടുത്ത് എന്താ പറയാ, ക്ലെയിമിന് വേണ്ടി വരുന്ന പേഷ്യൻസോ അല്ലെങ്കിൽ പേഷ്യന്റിന്റെ ബെനഫിഷ്യറി അല്ലെങ്കിൽ അതിന്റെ ഡിപ്പെൻഡന്റോ ആരെങ്കിലും ഉണ്ടെങ്കിൽ നോമിനിയൊക്കെ ഉണ്ടാവുമല്ലോ, അവരാണ് വരുന്നതെങ്കിൽ അവർക്കൊരു കാർഡ് പ്രൊവൈഡ് ചെയ്യും. ആ കാർഡ് വെച്ച് നമ്മുടെ ക്ലെയിം സെറ്റിൽ ചെയ്യുന്നത് വരെ എപ്പോ വേണമെങ്കിലും നമുക്ക് അത് ഉപയോഗിക്കാം. ആ കാർഡ് കൊണ്ടുപോയി കാണിക്കുന്നു, ഇന്ന ആളാണ്. ഇനി അത് കഴിയുമ്പോ അയ്യോ ഇന്നിപ്പോ പോയിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞു അല്ലെങ്കിൽ അരമണിക്കൂർ കഴിഞ്ഞു, ബാക്കി കാര്യങ്ങൾ പേപ്പേഴ്സ് ഒക്കെ ശരിയാണോ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യും എന്ന് പറയുന്നത് നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ മാറ്റി നിർത്തുകയോ ചെയ്യുമ്പോൾ പിന്നീട് വീണ്ടും വരുമ്പോൾ നമ്മൾ ഈ കാർഡ് നമ്മൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് മനസ്സിലായോ. അപ്പൊ ആ കാർഡിന്റെ ബേസിസിലാണ് നമുക്ക് അവരവരുടെ സേവനം പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഒരു യൂണിക് ഐഡന്റിഫിക്കേഷൻ നമ്പർ ഉള്ള ഒരു കാർഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. കാർഡ് ഹെൽപ്പ് us to settle our claim. നമ്മുടെ ക്ലെയിമുകൾ സെറ്റിൽ ചെയ്യാൻ ഈ കാർഡ് നമ്മളെ സഹായിക്കും. അപ്പൊ ഇവര് ആര് കൊടുക്കും? ഈ TPA ഒരു കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ആ കൊടുത്തിരിക്കുന്ന കാർഡുകൾ പ്രകാരം ഓരോ പോളിസി ഹോൾഡേഴ്സിന്റെയും റെക്കോർഡ്സ് ഹാവ് ടു ബി മെയിൻറ്റെയിൻഡ് ബൈ TPA. അവരെ സംബന്ധിക്കുന്ന റെക്കോർഡുകൾ TPA മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഏതൊക്കെ ആൾക്കാർ വന്നു, പോളിസി ഹോൾഡേഴ്സ് വന്നു അവരുടെ ക്ലെയിമിന് വേണ്ടി. അപ്പൊ അവര് അതിനു വേണ്ടിയിട്ട് എല്ലാ റെക്കോർഡുകളും ഇവര് പോളിസി ഹോൾഡേഴ്സിനെ സംബന്ധിച്ചത് ഉണ്ടാക്കി വെക്കുന്നത്. ഇന്ന പേഷ്യന്റ് ആണ്, ആളുടെ നമ്പർ ഇത്രയാണ്, ആ ആളുടെ ക്ലെയിമുകൾ സെറ്റിലായി അല്ലെങ്കിൽ സെറ്റിൽ ആയിട്ടില്ല, വർക്കിങ്ങിലാണ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ എഴുതി തയ്യാറാക്കി ഒരു റെക്കോർഡ് ഇവരെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. ആരുടെ മെയിൻറ്റെയിൻ ചെയ്യണം? TPA വേണ്ടേ. ഇനി മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചാൽ മാത്രം പോരാ, അവരുടെ ക്ലെയിമുകളെല്ലാം സെറ്റിൽ ചെയ്യണം. വളരെ സ്മൂത്ത് ആയിട്ട് കോർഡിനേറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ഭംഗിയാക്കി അത് സെറ്റിൽ ചെയ്യാവുന്ന ഒരു ഗ്യാരണ്ടി കൊടുക്കണം. അതിന് ഓൾസോ ഗ്യാരണ്ടി മാത്രം കൊടുത്താൽ പോരാ, ഉറപ്പ് കൊടുത്താൽ പോരാ, അത് കൃത്യമായി നടപ്പിലാക്കുകയും ചെയ്യുക. ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് നമ്മുടെ പേഷ്യന്റിന് എത്തുന്നത് വരെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ബാക്ക് ആൻഡ് സപ്പോർട്ട് കൊടുക്കുക. എന്താണ് ബാക്ക് ആൻഡ് സപ്പോർട്ട്? തുടക്കം മുതൽ അവസാനം വരെ ഈ പേഷ്യൻസിന്റെ അല്ലെങ്കിൽ പേഷ്യന്റിന്റെ ഡിപെൻഡന്റിന്റെ ഒപ്പം നിൽക്കണം. ക്ലെയിം സെറ്റിൽ ചെയ്യുന്നത് വരെ. പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോകൂലാന്ന് മനസ്സിലായോ? അതായത് ഇത് ഇത്രയൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി നിങ്ങൾ ചെയ്യും, ഞങ്ങൾ മാത്രം ഓടിയാൽ മതിയോ, നിങ്ങളുടെ എല്ലാ ആവശ്യം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പകുതി വഴിയിൽ ഉപേക്ഷിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പൊ TPAയുടെ റെസ്പോൺസിബിലിറ്റി ആണ് അവരെ സമീപിക്കുന്ന കസ്റ്റമേഴ്സിന് ക്ലെയിം സെറ്റിൽ ചെയ്ത് കിട്ടുന്നത് വരെ ബാക്ക് ആൻഡ് സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത്. ആൻഡ് നെക്സ്റ്റ് അവരുടെ റോൾ എന്താണെന്ന് അറിയാമോ? ഫുൾ ടൈം സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് 24 hours സപ്പോർട്ടും അവർ നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിന്റെ പോളിസി ഹോൾഡേഴ്സിന്. കാരണം എന്താ, 24 hours നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എൻക്വയറി ചെയ്യാം, അന്വേഷിച്ച് നമുക്ക് അതിന്റെ ഫീഡ്ബാക്കുകൾ ലഭ്യമാക്കാം. അതുകൊണ്ട് തന്നെ എപ്പോ വേണമെങ്കിലും ഇവരെ വിളിച്ചാൽ കിട്ടും. കാരണം അവര് 24/7 വർക്കിംഗിലാണ്, സർവീസ് ഓപ്പൺ ആണ്. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ഇവർ കൊടുക്കുന്ന ചില അഡീഷണൽ സർവീസസും ഉണ്ട് നമ്മുടെ TPAക്ക്. അപ്പൊ ക്ലെയിം സെറ്റിൽ ചെയ്ത് കൊടുക്കാനുള്ള ജോലി മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ വിചാരിക്കുമല്ല. ഇവർ ചില അഡീഷണൽ ആയിട്ട് സർവീസസ് സജസ് ആംബുലൻസ് സർവീസ്, മെഡിക്കൽ സപ്ലൈസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ പേഷ്യന്റിനെ ഒന്ന് എവിടെയെങ്കിലും മറ്റു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഷിഫ്റ്റിംഗ് എക്സ്പെൻസ് ഒക്കെ കൊടുക്കുന്നത്. അപ്പൊ ഷിഫ്റ്റ് ചെയ്യണം. ഇപ്പൊ ഇവിടെ ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് അവിടെ കിട്ടി. പക്ഷെ ഇൻഷുറൻസ് മാത്രം നോക്കിയിട്ട് കാര്യമില്ല, അവിടെ ആ
പേഷ്യന്റിന് കൊടുക്കാൻ പറ്റിയ ട്രീറ്റ്മെന്റുകൾ അവിടെ ലഭ്യമാണോ? അതില്ലെങ്കിൽ എന്ത് ചെയ്യണം? വീണ്ടും ആ പേഷ്യന്റിനെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക്, അതും ഇൻഷുറൻസിന്റെ ഈ പറയുന്ന കാര്യം സെറ്റിൽ ചെയ്യാൻ പറ്റുന്ന ഹോസ്പിറ്റലിലേക്ക് നോക്കി മാറ്റേണ്ടി വരും അല്ലെ. അപ്പൊ അത് ഷിഫ്റ്റ് ചെയ്യണം. അപ്പൊ അതിന് ആംബുലൻസ് വേണ്ടേ? എടുത്തുപോകാൻ പറ്റൂലല്ലോ. അപ്പൊ ആംബുലൻസ് അതിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ മറ്റെന്തെങ്കിലും മെഡിസിൻസ് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതെല്ലാം പോളിസി ഹോൾഡേഴ്സിന് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള അഡീഷണൽ സർവീസസും ഓൾസോ പ്രൊവൈഡ് ചെയ്യും. അതും ഇവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? എന്തൊക്കെയാണ് TPA ചെയ്യുന്നതെന്ന് അല്ലെ? TPA കണക്ടർ ആണ്. ആരൊക്കെ തമ്മില? ഇൻഷുറൻസ് പ്രൊവൈഡറും പോളിസി ഹോൾഡറും തമ്മിലുള്ള കണക്ടർ ആണ്. ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസുകളെല്ലാം ക്ലെയിമുകളെല്ലാം മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നവരാണ്. അവർക്ക് വേണ്ടിയിട്ട് അതിനുവേണ്ടി ഒരു യൂണിക് ഐഡന്റിഫിക്കേഷൻ നമ്പർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്യാഷ് ക്ലെയിം സെറ്റിൽ ചെയ്യുന്നത് വരെ വി ക്യാൻ മേക്ക് യൂസ് ഓഫ് ദിസ് കാർഡ്. നമുക്ക് ഈ കാർഡ് ഉപയോഗിക്കാവുന്നതാണ്. ഈ കാർഡ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഓരോ പോളിസി ഹോൾഡേഴ്സിന്റെയും അതുപോലെ തന്നെ പേഷ്യൻസിന്റെ എന്നൊക്കെ പറയാം നമുക്ക്, അവരുടെ ഒരു റെക്കോർഡ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇവര് ഓൾസോ ഗ്യാരണ്ടീസ് ദെയർ സ്മൂത്ത് കോർഡിനേഷൻ. ക്ലെയിമിങ്ങിന്റെ പ്രൊസീജിയേഴ്സിൽ എല്ലാ കാര്യങ്ങളും സ്മൂത്ത് ആയിട്ട് നടത്താമെന്ന് ഹോസ്പിറ്റൽസിനും അതുപോലെ ഇൻഷുറൻസ് കമ്പനിക്കും ഒക്കെ എന്ത് ചെയ്യുന്നു? ഇവര് ഗ്യാരണ്ടി കൊടുക്കുന്നു അല്ലെങ്കിൽ ഉറപ്പ് കൊടുക്കുന്നു. ആൻഡ് ഓൾസോ ക്യാഷ്ലെസ് ക്ലെയിം സെറ്റിൽ ചെയ്ത് കൊടുക്കാനും ഇവര് സപ്പോർട്ട് ചെയ്യുന്നു. ബാക്ക് എൻഡ് സപ്പോർട്ട് TPA കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഫുൾ ടൈം സപ്പോർട്ട്, ദാറ്റ് ഈസ് 24/7 സപ്പോർട്ടും കസ്റ്റമേഴ്സിന് TPA പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കസ്റ്റമേഴ്സിന് ഇത്തരം സർവീസസ് കൂടാതെ, ക്ലെയിം സെറ്റിൽ ചെയ്യുന്ന സർവീസ് കൂടാതെ they also provide ambulance services and also medicine supplies, medical supplies, മറ്റേതെങ്കിലും തരത്തിലുള്ള ഉപകരണങ്ങളോ മെഡിസിൻസോ ഒക്കെ സപ്ലൈ ചെയ്യുന്ന കാര്യത്തിലും TPAയുടെ സഹായം ഉണ്ടായിരിക്കും. ക്ലിയർ ആണോ? വളരെ വ്യക്തമായോ ഇപ്പൊ കാര്യങ്ങളെല്ലാം? നമ്മൾ ഇന്ന് എന്തൊക്കെയാ പഠിച്ചേ? നമ്മൾ നിർത്താണ്. എന്തൊക്കെയാ പഠിക്കാൻ? നമ്മുടെ CGHS തുടങ്ങി അല്ലെ? സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീമിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. അതെന്നാണ് തുടങ്ങിയത്? ആരൊക്കെയാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ആരൊക്കെയാണ് അതിന്റെ ബെനിഫിറ്റ് കിട്ടേണ്ട ആൾക്കാർ? അതിന്റെ ബെനിഫിഷ്യറീസിന്റെ ഒരു ലിസ്റ്റ് നമ്മൾ പഠിച്ചു. എന്തൊക്കെ ബെനിഫിറ്റ് കൊടുക്കുന്നു എന്ന് പഠിച്ചു. അതിന്റെ കാർഡ്, അത് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കാർഡിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന RSBY എന്ന് പറയുന്ന ഒരു സ്കീം പഠിച്ചു. അതിന്റെയും ബെനിഫിറ്റുകൾ പറഞ്ഞു. പിന്നെ ചില ഇൻഷുറൻസ് പ്ലാനുകളുടെ, പ്രൈവറ്റ് ആയിട്ടുള്ള ചില ഇൻഷുറൻസ് പ്ലാനുകളുടെ പേരുകൾ നമ്മൾ പറഞ്ഞു. കൂടാതെ നമ്മൾ പറഞ്ഞത് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ കുറിച്ചിട്ടാണ്. തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആരാണെന്നും അവര് ആരൊക്കെയായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്നും അവരുടെ റോൾ എന്താണെന്നും അവരെന്തൊക്കെയാണ് ഹെൽത്ത് ഇൻഷുറൻസിൽ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ഇവിടെ വരെ വെച്ച് നമ്മൾ നിർത്തുകയാണ്. ക്ലിയർ ആണല്ലോ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? 1-2 പ്രാവശ്യം വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. നമ്മള് ഇതൊക്കെ കഴിഞ്ഞ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് പോയി കഴിയുമ്പോൾ ഇൻഷുറൻസിന്റെ ഡെസ്കിൽ ചെന്നിട്ട് ഇൻഷുറൻസിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോ ഇൻഷുറൻസ് ഞങ്ങൾ ഇത് കേട്ടിട്ട് പോലും ഇല്ലല്ലോ, ഇതെന്തൊക്കെയാണ്, ഏതൊക്കെ തരത്തിൽ ഇൻഷുറൻസ് ഉണ്ടെന്ന് ഞങ്ങൾ കേട്ടിട്ടില്ല, ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയണ്ടല്ലോ. ഇതൊക്കെ നമ്മൾ അറിഞ്ഞ് നല്ല അറിവുള്ളവരായിട്ട് ഭാവിക്കണം. അവിടേക്ക് ചെന്ന് കഴിഞ്ഞാൽ അതിന് നമ്മൾ തന്നിരിക്കുന്ന പ്രിന്റഡ് നോട്ടുകൾ മൊത്തം നിങ്ങൾ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇപ്പൊ നമുക്ക് എടുത്തുകൊണ്ടിരിക്കുന്ന കുറച്ച് ചാപ്റ്റേഴ്സ് കൂടിയൊക്കെ ഉണ്ട്, അറിയാം. ഓൾമോസ്റ്റ് ഏകദേശം അവസാന ഘട്ടത്തിലേക്കൊക്കെ എത്തിയേക്കാണ്. കുറച്ചും കൂടിയൊക്കെ ചാപ്റ്റേഴ്സ്, 1-2 ചാപ്റ്റേഴ്സ് ഒക്കെ മാത്രമേ ഒട്ടും തന്നെ എടുക്കാത്തതുള്ളൂ. ബാക്കിയൊക്കെ ഓൺ ഗോയിങ് ആണ് അല്ലെ, എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റേഴ്സ് ആണ്. കുറച്ച് ചാപ്റ്ററുകൾ മാത്രമല്ല ഇനി ഒട്ടും തൊടാത്തതൊക്കെ ഉള്ളൂ. എനിക്കൊന്നും വേണ്ടിട്ടല്ല, എന്തായാലും എല്ലായിടത്തും തന്നെ നമ്മൾ ഇതുള്ളൂ. അപ്പൊ അത് ഇടയ്ക്ക് ചില